പ്രൈസ് ദ ലോർഡ്. അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരവുമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടിവിയുടെ പ്രേക്ഷകരോടൊപ്പം വീണ്ടും ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങളോടൊപ്പം ആയിരിക്കുന്ന ഈ നിമിഷങ്ങളൊക്കെ ദൈവ സാന്നിധ്യത്തിൽ ആയിരിക്കാൻ കർത്താവ് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ സ്നേഹം, ദൈവം ഏൽപ്പിച്ചതായ ശുശ്രൂഷ, അനുഭവങ്ങൾ, സാക്ഷ്യങ്ങൾ, വചനചിന്തകൾ ഒക്കെ നിങ്ങളുമായി പങ്കുവയ്ക്കുമ്പോൾ കർത്താവ് നമ്മോടുകൂടെ ഇരുന്ന് കർത്താവ് തൻ്റെ സ്നേഹം നമ്മിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയാണ്. ആകയാൽ നമുക്ക് അവർക്ക് ശ്രദ്ധയോട് പ്രാർത്ഥനയോടെ ആയിരിക്കാം. അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം ഇന്ന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ വേണ്ടി ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസി പ്രിയ നിഷ നായരാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് ഏവർക്ക് ശ്രദ്ധയോട് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. പ്രിയ നിഷ സിസ്റ്റർ ഛത്തീസ്ഗഡിൽ ദുർഗ് ഡിസ്ട്രിക്റ്റിൽ തന്നെ ജനിച്ച് വളർത്തപ്പെട്ട് അവിടെ കർത്താവിൻ്റെ വേലയുള്ളപത്തിൽ ഒരു കുടുംബമായിട്ട് ആയിരിക്കുന്ന ഒരു സഹോദരിയാണ്. മലയാളം ഭാഷ തനിക്ക് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. മലയാളിയാണെങ്കിൽ പോലും ജനിച്ചു വളർത്തപ്പെട്ട് വിദ്യാഭ്യാസം ചെയ്തതൊക്കെ അവിടെ ആയതുകൊണ്ട് തന്നെ വേണ്ടതുപോലെ മലയാളം പറയാൻ അറിയില്ല. എങ്കിലും കഴിഞ്ഞ ദിവസങ്ങളിൽ ഹിന്ദിയിൽ സാക്ഷ്യം പറയുവാനിടയായി തീർന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷ്യം പ്രിയ സിസ്റ്റർ പറഞ്ഞപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടു മലയാളത്തിൽ ഈ സാക്ഷ്യം പറയണമെന്ന്. അങ്ങനെയാണ് മലയാളത്തിൽ അത് മലയാളി സഹോദരങ്ങൾക്ക് അനുഗ്രഹമായി തീരത്തക്കവണ്ണം പറയാൻ വേണ്ടി പ്രിയ സിസ്റ്റർ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷയുടേതായ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. പക്ഷെങ്കിൽ കർത്താവിൻ്റെ ദാസിക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ജീവിതാനുഭവങ്ങൾ നമുക്ക് കേട്ട് അനുഗ്രഹിക്കപ്പെടാം. അതിലൂടെ ദൈവനാമം മഹിമപ്പെടുവാൻ ഇടയായി തീരുമാറാകട്ടെ. പ്രിയ നിഷ സിസ്റ്ററിനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് സിസ്റ്ററെ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം പരിചയപ്പെടുത്തുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒന്ന് പരിചയപ്പെടുത്താമോ? ഞാൻ പരിചയപ്പെടുത്തിയെങ്കിലും വീട്ടിൽ ആരൊക്കെയുണ്ട്? കുഞ്ഞുങ്ങളെയും കുടുംബാംഗങ്ങളെയും ഒരു വാക്കിലൊന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് നിഷ നായർ എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് പാസ്റ്റർ വിനോദ് ആശാരി എന്നാണ്. ഞങ്ങൾക്ക് 2 മക്കളുണ്ട്. 2 പേരിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഞങ്ങൾ ഛത്തീസ്ഗഡ് ദുർഗിൽ നിന്ന് ദൈവത്തിൻ്റെ വേല ചെയ്യുന്നു. ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം ഇതുവരെ നടത്തി. താങ്ക് യു. കർത്താവിൻ്റെ ദാസിയെ പരിചയപ്പെടുത്തിയത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് അരോമാറ്റിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതാനുഭവങ്ങൾ, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവം നമ്മ മഹത്വത്തിന് വേണ്ടി സംസാരിക്കുന്നതിനായിട്ട് സമയം വേർതിരിച്ചു കൊള്ളുന്നു. താങ്ക് യു. ഞാൻ ഒരു പ്രാവശ്യം കൂടി ദൈവത്തിന് നന്ദി പറയുന്നു. ഈ നല്ലൊരു അവസരം എനിക്ക് ദൈവം പ്രദാനം ചെയ്ത ആ നല്ല ദൈവത്തിന് സ്തോത്രം. പിന്നെ ഞാൻ അരോമ TV ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകന്മാർക്കും, എസ്പെഷ്യലി പാസ്റ്ററിനും വളരെ നന്ദി അർപ്പിക്കുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോം എനിക്ക് ഒരുക്കി തന്ന കൃപയ്ക്കായി ദൈവത്തിന് നന്ദി. പാസ്റ്റർ പറഞ്ഞ പോലെ ഞാനിവിടെ ജനിച്ച് വളർന്നുകൊണ്ട് എൻ്റെ മലയാളത്തിൽ വല്ല പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. പക്ഷേ ഞാൻ ഈ പാസ്റ്റർ എന്നെ എൻകറേജ് ചെയ്തു, ഹിന്ദിയിൽ പറഞ്ഞ പോലെ മലയാളത്തിലും പറയാൻ സിസ്റ്റർ ശ്രമിക്കണം എന്ന്. പക്ഷേ ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു പ്രോത്സാഹനം തോന്നിയെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങൾ, ഭാഷ അതിനൊരു തടസ്സമല്ല. എന്നെ പറ്റുന്നത്, എന്നെ സർവശക്തൻ ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുമെന്നുള്ള എനിക്കൊരു വിശ്വാസമുണ്ട്. അതിന് ദൈവത്തിന് നന്ദി. ദൈവം അതിനുവേണ്ടി എന്നെ സഹായിക്കും. അപ്പം ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. പറഞ്ഞ പോലെ ഞാനൊരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് ബിലോങ് ചെയ്യുന്നത്. എൻ്റെ പേര് നിഷ നായർ എന്ന് നിങ്ങളോട് പറഞ്ഞ പോലെ ഒരു നായർ പാരമ്പര്യത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ സത്യദൈവമായിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് എൻകൗണ്ടർ ആവാൻ ദൈവം സഹായിച്ചു. അതിൻ്റെ എങ്ങനെയാണ് ഞങ്ങളെ ദൈവം ആ സത്യദൈവത്തെ അറിയാനുള്ള സൗഭാഗ്യം തന്ന് അത് ഞാൻ പറയും. കുഞ്ഞിലെ മുതൽ ഞങ്ങൾ ഈ ദുർഗ് ഛത്തീസ്ഗഡിലാണ് താമസിക്കുന്നത്, വളർത്തപ്പെടുന്നത്. ഇവിടുത്തെ സ്കൂളുകളിൽ പഠിക്കുകയും ഹിന്ദിയിലാണ് കൂടുതൽ മോസ്റ്റ്ലി ഞങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ എന്നാലും മാരേജിൻ്റെ ശേഷമാണ് ഞാൻ ഇച്ചിരിയൊക്കെ മലയാളം പറയാൻ തുടങ്ങിയതുപോലും. അപ്പം ദൈവം അതിനെ സഹായിക്കട്ടെ. വിശേഷാൽ ഞങ്ങൾ കുഞ്ഞിൽ താമസിച്ച് ദുർഗ് എന്ന സ്ഥലത്ത് ഹോസ്പിറ്റൽ സെക്ടർ പറയുന്ന ഒരു ഏരിയയിലാണ് ബിലായിൽ ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പം കുഞ്ഞിലെ മുതൽ ഞങ്ങളുടെ മമ്മിയാണെങ്കിൽ ഒത്തിരി റിലീജിയസ് ഒരു പേഴ്സൺ ആയിരുന്നു. ഭക്തിയിൽ അമ്പലങ്ങളിൽ പോവുക, ഒത്തിരി നേർച്ചകൾ ചെയ്യുക, ഞങ്ങളെ ആ ഭക്തിയിൽ വളർത്തുക.
ഞങ്ങളെപ്പോഴും പല പല ദേവീ ദേവതകളുടെ പേര് പറഞ്ഞിട്ട് ഉപസിപ്പിക്കുക, അവരുടെ ചടങ്ങുകൾ ആചാരങ്ങൾ ഞങ്ങളെ ചെയ്യിപ്പിക്കുക, അങ്ങനെ ഞങ്ങളെ വളർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഞങ്ങളുടെ കുഞ്ഞുനാളിൽ മുതൽ ഞങ്ങൾ ഭക്തിയുള്ള ജീവിതത്തിലാണ് ഞങ്ങളുടെ മമ്മി വളർത്തിയത്. മമ്മി പോലും ആ ഒരു സാഹചര്യത്തിലാണ് വളർന്നത്. അങ്ങനെ ഇരുന്നുകൊണ്ടിരിക്കുമ്പം പിന്നെ ഞങ്ങളെ എല്ലാ ദിവസവും ഓരോ പേരുകൾ പറഞ്ഞിട്ട് പൂജിപ്പിക്കുകയും എല്ലാ ദിവസവും ഞങ്ങൾ അമ്പലങ്ങളിൽ പോവുകയും പിന്നെ മമ്മിയും ഓരോ ഉപവാസങ്ങൾ ചെയ്യുകയും അങ്ങനെ ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പം പിന്നെ മമ്മി ഞങ്ങളോട് പറയും, ദൈവമാണ് നമുക്ക് ആദ്യ സ്ഥാനത്തിലുള്ളത്, ദൈവഭക്തിയിൽ വേണം നമ്മൾ വളരുവാൻ. അപ്പം ഞങ്ങൾ ചെരുപ്പില്ലാതെ പല അമ്പലങ്ങളിൽ പോവുകയും ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കുകയും ഇതാണ് ദൈവം കൂടാതെ ഒന്നുമില്ല എന്ന് പല മന്ത്രങ്ങൾ ചൊല്ലുകയും പിന്നെ മമ്മിയുടെയും ജീവിതത്തിൽ ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഒരു ഒത്തിരിയും ഹയർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അപ്പൻ എന്ന് പറയുന്നത് ഒരു ഡ്രൈവറായിരുന്നു. ഡ്രൈവറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പം അത്രയും ഞങ്ങൾക്ക് ഫിനാൻഷ്യലി ഞങ്ങൾ ഡെവലപ്ഡ് ഒരു ആളുകളൊന്നും അല്ല. പക്ഷെ ഞങ്ങൾക്ക് കിട്ടാത്ത പാലും പിന്നെ നെയ്യും ഇങ്ങനെ വക കാര്യങ്ങൾ പിന്നെ അമ്പലങ്ങളിൽ പോയി ചാർക്കുകയും പൂജിക്കുകയും ഭക്തി കാണിക്കുകയും അങ്ങനെ ആ രീതിയിൽ മമ്മി അത്രയും ഡിവോട്ടിയായിട്ട് ഭക്തിയായിട്ട് പൂജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസിയായിട്ട് ഇങ്ങനെ വളരുമായിരുന്നു ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ. എന്നിട്ട് ഞങ്ങളോട് പറയും, പല പുസ്തകങ്ങൾ ഞങ്ങൾക്ക് തരും, ഞങ്ങൾ അതിലിരുന്നിട്ട് ഓരോ മന്ത്രങ്ങൾ എഴുതും. അപ്പം ഞങ്ങളോട് പറയും, മോളെ മക്കളെ ഞങ്ങൾ രണ്ടുപേരാ, ഞാനും എൻ്റെ ജ്യേഷ്ഠനും, ഞങ്ങൾ രണ്ടുപേരോട് ഇങ്ങനെ പറഞ്ഞു തരും, നിങ്ങൾ ഈ മന്ത്രങ്ങളൊക്കെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധി വർദ്ധിക്കും, ഇങ്ങനെ മന്ത്രങ്ങൾ എഴുതുമ്പോൾ ദൈവം നിങ്ങളിൽ പ്രസാദിക്കും, അങ്ങനെ ചെയ്ത്. അപ്പം ഞങ്ങൾ പല മന്ത്രങ്ങൾ ഇങ്ങനെ ഇരുന്ന് ബുക്കുകളിൽ എഴുതും, വായിക്കുകയും ആ മന്ത്രങ്ങൾ ബൈ ഹാർട്ട് ചെയ്യും. പിന്നെ അമ്പലങ്ങളിൽ പോയിട്ട് അത് വെറും കാലിൽ ചെരുപ്പൊന്നും ഇല്ലാണ്ട് പല ദൂരങ്ങളിൽ ഇങ്ങനെ നടന്ന് ആ മന്ത്രങ്ങൾ പറയുകയും അതിൻ്റെ ആ രീതിയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ രാവിലെ എണ്ണീക്കും, ഞങ്ങൾക്കുള്ള സകല ജോലികൾ മമ്മി ചെയ്ത് വീട്ടിൽ പൂജാർച്ചനകൾ ചെയ്തിട്ട് ഞങ്ങളെ സ്കൂളിലോട്ട് വിട്ട് മമ്മി നേരെ പോകുന്ന അമ്പലത്തിൽ അവിടെ ചെന്ന് അവിടുത്തെ പണ്ഡിതന്മാരെ സഹായിക്കുകയും അവരെ ഏതെല്ലാം രീതിയിൽ ഭക്തിയുടെ കാര്യങ്ങൾ ചെയ്യാൻ ആ രീതിയിൽ മമ്മി ചെയ്തിട്ട് അതൊക്കെ ചെയ്തിട്ട് തിരിച്ചു വരിട്ട് ഞാനിങ്ങനെ പറയുന്ന പോലെ മമ്മി ഞങ്ങളുടെ അപ്പൻ ഡ്രൈവർ ആയതുകൊണ്ട് അത്രയും ഞങ്ങൾക്ക് ഫിനാൻഷ്യലി സപ്പോർട്ട് ഇല്ലാത്തതുകൊണ്ട് മമ്മി എന്തോ ചെയ്യും, മമ്മി ട്യൂഷൻ പഠിപ്പിക്കുകയും പിന്നെ തയ്യൽ ഒക്കെ ചെയ്ത് ഞങ്ങളെ വളർത്തി. കാരണം അത് ചെയ്തില്ല എന്നെങ്കിൽ ഞങ്ങളെങ്ങനെ ലൈഫിൽ വളരുമെന്ന് മമ്മിക്കൊരു ചിന്താക്കുഴപ്പം വന്നു. കാരണം പപ്പയുടെ വളരെ ചുരുക്ക ഒരു സാലറി ആയിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. ഞങ്ങളെ പഠിപ്പിക്കാൻ പോലും കിട്ടാത്തൊരു സാഹചര്യം, സാലറി കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ മമ്മി ചിന്തിച്ചു, ഞാനൊന്ന് തയ്യലും ചെയ്യാം, ട്യൂഷനും പഠിപ്പിക്കാം. അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മക്കളെ എനിക്ക് പഠിപ്പിക്കാം. അതോടൊപ്പം തന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന എല്ലാ കാര്യങ്ങൾ ഭക്തി മാർഗത്തിൽ അങ്ങ് ചെലവഴിച്ചാൽ എൻ്റെ മക്കളുടെ ജീവിതം നന്നാവും, ഞങ്ങളിങ്ങനെ വളരുമെന്ന് പറഞ്ഞു. മമ്മി ഭക്തിയിൽ ഇത്രമാത്രം കൂടുതലായിരുന്നു. ഈ അരിയുടെ മണിയിൽ മന്ത്രങ്ങൾ ഇട്ടിട്ട് അതിരാവിലെ എണ്ണിച്ചിട്ട് ഞങ്ങളെല്ലാവരും എണ്ണിക്കുന്നതിൻ്റെ മുമ്പേ അരിമണിയിൽ മന്ത്രങ്ങൾ എഴുതിയിട്ട് ചാർക്കുമായിരുന്നു. പിന്നെ മമ്മി ഞങ്ങൾ രാവിലെ എണ്ണിക്കുമ്പോൾ ഞങ്ങളോട് പറയും, കണ്ണൊക്കെ അടച്ചിട്ട് വേണം നിങ്ങൾ എണ്ണിക്കാൻ. കണ്ണ് നിങ്ങളുടെ തുറക്കുന്നത് ഈ ദേവി ദേവതകളുടെ മുൻപിലായിരിക്കണം, അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സൗഭാഗ്യം നൽകും. അങ്ങനെ ആ രീതിയിൽ ഞങ്ങളിങ്ങനെ വളരുമായിരുന്നു. ഞങ്ങൾ കണ്ണ് തുറക്കുന്നത് ഈ ദേവി ദേവതകളുടെ മുമ്പിലായിരുന്നു. പിന്നെ ഞങ്ങളുടെ മമ്മി പല ചാർച്ചകളൊക്കെ ചെയ്യുന്നത് അത് അതേപോലെ ഞങ്ങളും അതിൽ സഹകരിച്ച് മമ്മിയുടെ കൂടെ ഇങ്ങനെ വളരുമായിരുന്നു. ഇങ്ങനെ മന്ത്രങ്ങൾ എഴുതുകയും ചൊല്ലുകയും മമ്മിയുടെ കൂടെ ആലയത്തിലൊക്കെ പോവുകയും ഇങ്ങനെ ആ രീതിയിൽ ഞങ്ങൾ വളരുമായിരുന്നു. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പം ഇച്ചിരി കഴിയും, ഞാൻ 8-ലോ 9-ലോ പഠിച്ചുകൊണ്ടിരിക്കുമ്പം പിന്നെ ഞങ്ങൾക്ക് ഒരു സാഹചര്യം വന്നു. ഞങ്ങളുടെ അമ്മാമ്മൻ്റെ കല്യാണത്തിൽ നാട്ടിലോട്ട് പോകുമ്പം അങ്ങനെ പോയിട്ട് തിരിച്ചു വരുമ്പം പെട്ടെന്ന് മമ്മിക്ക് ഒരു സുഖമില്ലായ്മ പോലെ വരുന്നു. അപ്പം ഞാൻ അന്ന് കുഞ്ഞായിട്ടിരിക്കുമ്പം ഞങ്ങളോട് മമ്മി അങ്ങനെ ഒന്ന് ഡിസ്ക്ലോസ് ചെയ്തില്ല എന്തുവാ ഇത് സംഭവിക്കുന്നതെന്ന്. പക്ഷെ മമ്മി അത് സഹിച്ചുകൊണ്ടിരുന്നു. അവിടെ വെച്ച് മമ്മിയെ ഒരു ആലയത്തിലും പപ്പ അമ്പലത്തിലും കൊണ്ടുപോയി. അന്നേരം അവിടുത്തെ ജ്യോത്സ്യന്മാരൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, എന്തോ പ്രയാസമുണ്ട്, ഇനി കൂടുതൽ നാൾ ഉണ്ടോ എന്നൊരു സംശയം, വേർപിരിക്കുന്ന ഒരു അനുഭവം എന്നുപോലെ. അപ്പം ഞങ്ങൾ ഇതൊന്നും മമ്മി ഞങ്ങളോട് പറഞ്ഞില്ല, പപ്പയും പറഞ്ഞില്ല, കാരണം ഞങ്ങൾ കുഞ്ഞായിരുന്നു. അപ്പം ഞങ്ങൾ അതേപോലെ അങ്ങ് തിരിച്ച് നാട്ടിൽ നിന്ന് വന്നു. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷം മമ്മി പതിവ് പോലെ പപ്പ ജോലിക്ക് പോകാനും തുടങ്ങി. മമ്മി തയ്യലും ട്യൂഷനും തുടർന്നു.
അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ പോകാനും തുടങ്ങി. പിന്നെ മമ്മിയുടെ ഭക്തിമാർഗം മമ്മി തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പം പിന്നെ മമ്മി പറഞ്ഞു, ഇങ്ങനെ എൻ്റെ പ്രയാസം കൂടിക്കൊണ്ട് വരുവാന്ന് പപ്പയോട് പറയുന്നത് കേട്ടു. എന്തോ ഒരു പ്രയാസമുണ്ട്, പക്ഷേ പ്രയാസം ഞങ്ങൾക്ക് അറിയുന്നില്ല. പക്ഷെ ആ പ്രയാസമായിരുന്നു ബ്ലീഡിങ്ങിൻ്റെ പ്രയാസം. ഇങ്ങനെ തുടങ്ങി. ആ പ്രയാസത്തിൽ മമ്മി ഒത്തിരിയും കഷ്ടപ്പെട്ടു, ഒത്തിരിയും ബ്ലീഡിങ് ആയി, ഇങ്ങനെ സഹിച്ച്. അപ്പം മമ്മിക്ക് കിട്ടുന്ന ഈ തയ്യലിലൂടെയും പിന്നെ ട്യൂഷൻ പഠിപ്പിലൂടെയും കിട്ടുന്ന ആ പൈസയിലൂടെയാണ് ഞങ്ങളെ എങ്ങനെയോ പൊത്തിക്കൊണ്ട് പോകുന്നത്. പക്ഷേ ആ പൈസയും കൂടി ആ വൈദ്യന്മാർക്ക് കൊടുക്കുമ്പം പിന്നെ എന്തോ ചെയ്യുമെന്ന് അവർ രണ്ടുപേരുടെ തമ്മിൽ സംസാരം ഇങ്ങനെ നടക്കുന്നതും. പിന്നെ അങ്ങനെ ഇരിക്കുമ്പം പപ്പ പറഞ്ഞു, ഇല്ല, നമ്മുടെ ആരോഗ്യമല്ലേ വലുതെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും പല ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോവുകയും പലയിടത്ത് കാണിക്കുകയും പല ഡോക്ടർമാർ പല കാര്യങ്ങൾ പറയും. എന്നാൽ മമ്മിയുടെ കണ്ടീഷൻ ഇവിടെ മോശമായി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ കഷ്ടപ്പാടും പ്രയാസത്തിൻ്റെ മധ്യത്തിലും മമ്മിയുടെ ജോലി തുടർന്നുകൊണ്ടിരുന്നു, തയ്യൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. വന്ന് ചിലയിടത്ത് പോയപ്പം ഡോക്ടർ പറയുന്നു ടൈഫോയിഡായി, ചിലർ പറയുന്നു ഹൈപ്പർ മലേറിയ ആയി, ചിലർ പറയുന്നു ബ്ലീഡിങ് ആയി, ഇനിയിപ്പം ക്യാൻസറിൻ്റെ സ്റ്റേജ് വരാൻ പോകുന്നു. അങ്ങനെ പല രീതിയിൽ നമ്മളെങ്ങനെ പിന്നെ പല വ്യൂസ് ഡോക്ടർമാരുടെ ഒപ്പീനിയൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മമ്മിക്കും മനസ്സിലാവുന്നില്ല, ആയി മമ്മി ടോട്ടലി ബെഡ് പേഷ്യൻ്റ് എന്ന് പറയുന്നത് കൈയും കാലും ഇങ്ങനെ ചുരുങ്ങി ഒരു പ്രത്യേക ഒരു കൊച്ചു കുഞ്ഞുങ്ങൾ എങ്ങനെ ഇരിക്കുന്നു ആ രീതിയിൽ മമ്മി ആയിത്തീരുന്നു. ബെഡ് പേഷ്യൻ്റ്. ആ ബെഡ് പേഷ്യൻ്റ് ആവുമ്പം ഒരു കുഞ്ഞിനെ എങ്ങനെ ഒരു മാതാപിതാക്കൾ ശുശ്രൂഷിക്കുന്നത് അതേപോലെ പപ്പ മമ്മിയെ എണ്ണീപ്പിക്കുകയും ഇരുത്തുകയും പല്ല് തേപ്പിക്കുകയും പെട്ടെന്ന് മമ്മിക്ക് എന്തോ സംഭവിച്ച ഞങ്ങൾക്കും മനസ്സിലാക്കാൻ പറ്റാതെ ആ കണ്ടീഷനിൽ മമ്മിയുടെ കണ്ടീഷനായിപ്പോയി. ആ കണ്ടീഷനിലെങ്കിലേ പോയിക്കൊണ്ടിരിക്കുമ്പം മമ്മി എല്ലാ ദിവസം പറയും, എൻ്റെ ജീവിതം എന്തോ ആയിത്തീരുന്നു, ഞാൻ ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല, എന്തുവാ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതിന്. എന്നാൽ ഈ പ്രയാസത്തിൻ്റെ മധ്യത്തിലും മമ്മിയുടെ ഭക്തിമാർഗം മമ്മി തുടർന്നുകൊണ്ടിരുന്നു. പലരെ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ഒരു റൂമുള്ള വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ഞങ്ങൾ 4 പേര് ഒരേ സ്ഥലത്ത്. കാരണം ഞങ്ങൾക്ക് ഒരു റൂമേ ഉള്ളൂ. ഞാനും എൻ്റെ ജ്യേഷ്ഠനും എൻ്റെ പപ്പയും മമ്മി ഞങ്ങൾ 4 പേരും തറയിൽ ഇങ്ങനെ ഒരു ഇത് വിരിച്ചിട്ട് കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. അപ്പം അങ്ങനെ ആ റൂമിൽ കിടക്കുമ്പം മമ്മി എന്നാൽ പിന്നെ ഞങ്ങളുടെ വീട് ഒരു റൂമേ ആണെങ്കിലും ഇങ്ങനെ ചുറ്റും ഇങ്ങനെ പല ദേവീദേവതകളെ സ്ഥാപിച്ച് അവരെ ഇത് പുകഴ്ത്തി മമ്മി ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ പേര് വിളിക്കും. ഞാൻ നിന്നെ ഇത്രയും ചാർച്ചില്ലയോ, ഞാനിങ്ങനെ ആരാധിച്ചില്ലയോ, ഞാനിങ്ങനെ ഭക്തി ചെയ്തില്ലയോ, നീ എന്താ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആക്കി തീർത്തത്. മമ്മി ഇങ്ങനെ അവർ വല്ല മറുപടി തരുമോ, അതൊരു ഐഡൽ മാത്രം. അപ്പോൾ അതിങ്ങനെ മമ്മി എല്ലാ ദിവസവും അവരോട് സംസാരിക്കും, ചോദിക്കും. പക്ഷെ എന്നാലും ഭക്തിമാർഗം വിടാണ്ട് അവരുടെ മധ്യത്തിൽ ഇങ്ങനെ കടന്നു. എന്നിട്ട് എല്ലാ ദിവസവും ഞങ്ങളോട് പറയും, മക്കളെ, ഹസ്ബൻഡിനോടും പറയും, ഞാൻ ജീവിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല, എനിക്ക് പറ്റാവുന്നത് നിങ്ങൾക്ക് പഠിപ്പിക്കാനും സഹായിക്കാനും ഞാൻ ചെയ്തു, പക്ഷേ എങ്ങനെ എൻ്റെ അവസ്ഥ ഇങ്ങനെ ആയിത്തീരുന്നെന്ന് എനിക്ക് പോലും പറയാൻ പറ്റുന്നില്ല. ഞാൻ നാളെ ജീവിക്കുമോ ഇല്ലയോ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഏതായാലും നിങ്ങൾ ജീവിച്ചോണം. എല്ലാ രാത്രിയും അമ്മ ഇങ്ങനെ ഞങ്ങളെ ആശ്വസിപ്പിച്ചിട്ട് കിടന്നുറങ്ങും. അത് ഉറങ്ങാനും പറ്റത്തില്ല. ശരീരത്തിൽ ഒത്തിരി പ്രയാസങ്ങൾ, ഞാൻ പറഞ്ഞ പോലെ പല്ല് പോലും തേക്കാൻ പറ്റാത്ത അവസ്ഥ. പപ്പയാ പൊക്കിക്കൊണ്ട് പോയിട്ട് പല്ല് തേപ്പിച്ചിട്ട് തിരിച്ചു കൊണ്ടുവന്ന് കിടക്കുന്നത്. ഇതിൻ്റെ മധ്യത്തിൽ മമ്മി തയ്യൽ എനിക്ക് അറിയത്തില്ലായിരുന്നു. പക്ഷേ ട്യൂഷൻ പഠിപ്പിക്കുന്ന വിഷയത്തിൽ ഞാൻ സ്വയം 8ാം ക്ലാസ് കഴിഞ്ഞതേ ഉള്ളൂ. 9ാം ക്ലാസ്സിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു, 8ാം ക്ലാസ്സിൻ്റെ വരെ പിള്ളേരെ ഞാൻ പഠിപ്പിച്ചോളാം, എൻ്റെ മമ്മിയുടെ കാര്യം ഞാൻ മുടക്കത്തില്ല, കാരണം പൈസയുടെ ആവശ്യമുണ്ട്. പിന്നെ പകുതി വഴിയിൽ പിള്ളേരെ എങ്ങനെ വിട്ട് അവരുടെ പേരൻസ്മാരും ഞങ്ങളെ വല്ലതും പറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ശരി മമ്മി, ഞാൻ പഠിപ്പിച്ചോളാം, വിഷമിക്കല്ലേ എന്ന് പറഞ്ഞ് 8ാം ക്ലാസ് വരെ പിള്ളേരെ ഞാൻ പഠിപ്പിക്കുകയും അവരെ പഠിപ്പിച്ചിട്ട് സ്വയത്തിൻ്റെ പഠിത്തവും രാത്രി ഇരുന്നിട്ട് ചെയ്തിട്ട് അങ്ങനെ ഞാൻ സ്കൂളിൽ ഇരിക്കുമായിരുന്നു. എൻ്റെ ബ്രദർ ITIയിൽ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ജീവിതം. അപ്പോൾ എല്ലാ ദിവസവും മമ്മിയുടെ ഈ കണ്ടീഷൻ കാണുമ്പോൾ ഞങ്ങൾക്കൊരു വിഷമം, ആരും പറയാൻ പറ്റത്തില്ല. പക്ഷേ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കും, ഇതിൻ്റെ വല്ലൊരു നീക്കുപോക്ക് കിട്ടുമോ ഇല്ലയോ, അതോ ഞങ്ങൾ ഇങ്ങനെ തന്നെ പോകുമോ. പക്ഷേ ഈ കഠിന പരിസ്ഥിതിയിലും ദൈവത്തെ അറിയുന്നില്ലായിരുന്നെങ്കിലും ഒരു ശക്തി ഞങ്ങളെ അങ്ങ് താങ്ങുമായിരുന്നു പോലും. ആ രീതിയിൽ ഞങ്ങളെങ്ങനെ വളരുമായിരുന്നു. അപ്പം മമ്മി ഈ കണ്ടീഷനിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പം ഞാൻ എൻ്റെ സ്കൂളിൻ്റെ എക്സാം വന്നു. ഈ പിള്ളേരെ പഠിപ്പിക്കുകയും ചെയ്യുക. എന്നാൽ അവരെ പഠിപ്പിക്കുകയും ചെയ്തു, നന്നായിട്ട് അവരെ പഠിപ്പിക്കാനും. എൻ്റെ സ്വന്തം 9ാം ക്ലാസ്സിൽ, ഞാൻ 8ാം ക്ലാസ് വരെ ദൈവത്തിൻ്റെ കൃപ തന്നെയായിരുന്നു, ഞാൻ 1ാം സ്ഥാനത്ത് സ്കൂളിൽ വന്നുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം പപ്പ വിചാരിച്ചു 9ാം ക്ലാസ്സിൽ കൊച്ച് എത്തി, ഒത്തിരി ഹൈപ്പർ സ്റ്റഡീസ് ഉണ്ട്, എങ്ങനെ ഈ കൊച്ച് ഇത് ചെയ്യുമെന്ന്. പക്ഷെ ദൈവത്തിൻ്റെ
അറിയുന്നില്ലായിരുന്നെങ്കിലും ദൈവത്തിൻ്റെ കരുണ എൻ്റെ ജീവിതത്തിൽ ലഭിച്ചു. 9th ക്ലാസ്സിൽ ഞാൻ 1ാം സ്ഥാനത്തിൽ വന്നു. വഴിയിൽ മൊത്തം അച്ഛ കരഞ്ഞിട്ട് പറയായിരുന്നു, ഈ കൊച്ചു ഒത്തിരി കഷ്ടപ്പെട്ടു എന്നാ ഈ ദൈവം മാനിച്ചല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പം മമ്മിയുടെ കണ്ടീഷൻ ഓരോ ദിവസം വേഴ്സ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങളെ മമ്മി ട്യൂഷൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അവിടെ വരുന്നൊരു കൊച്ച്, ആ കൊച്ച് മമ്മിയുടെ ആ കണ്ടീഷൻ കണ്ടപ്പം ഞങ്ങളുടെ ചുറ്റും, അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞാൽ, ഞങ്ങളുടെ ചുറ്റും പല ആളുകളുണ്ടായിരുന്നു. അവരെല്ലാവരും ക്രിസ്ത്യാനികളായിരുന്നു. പക്ഷെ ആരും ഞങ്ങളോട് സുവിശേഷം അങ്ങനെ ആ സമയത്ത് പറഞ്ഞില്ല. അതിൻ്റെ കാരണം ചിലപ്പോൾ ഇങ്ങനെ ആവാൻ സാധ്യതയുണ്ട്. എൻ്റെ മമ്മി ഒത്തിരിയും ഒത്തിരി ഹിന്ദിയിൽ പറഞ്ഞാൽ ഒത്തിരിയും ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഹിന്ദു ആയിരുന്നു. പറഞ്ഞാൽ കഠിനമായ ഒരു ഹിന്ദു ഭക്തി ഉള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് ചിലപ്പം ആ ജനങ്ങൾ ഭയപ്പെടുമായിരുന്നായിരിക്കും. ഞങ്ങൾ ഇങ്ങനെ പറയുമ്പം ചിലപ്പം അവർ എതിർക്കാൻ സാധ്യതയുണ്ടെന്നുള്ള ആ ഒരു കാരണമായിരിക്കും. അല്ലെങ്കിൽ അവർ അറിയത്തില്ല എന്തുവാ, അവർ ആരും ഞങ്ങളോട് കർത്താവിനെ കാര്യം സുവിശേഷം ഒന്നും പറഞ്ഞില്ല. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പം ഈ കൊച്ചിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഹൃദയത്തിൽ വേദന വന്ന് ഇവൻ ചെന്ന് പറയുന്ന, മമ്മി ഞങ്ങളുടെ ട്യൂഷൻ ടീച്ചറിൻ്റെ കണ്ടീഷൻ വളരെ മോശമായിരിക്കുന്നു, ആൻറ്റിക്ക് എണ്ണിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്, വളരെ പ്രയാസമാണ് മമ്മി, നമുക്ക് ഒന്ന് പോകണമല്ലോ. അപ്പോൾ ഈ കൊച്ച് ഒരു ക്രിസ്ത്യൻ കൊച്ചായിരുന്നു. എൻ്റെ മമ്മി അത് കേട്ടപ്പം മമ്മിക്ക് സുവിശേഷം പറയാൻ അറിയത്തില്ല. അതിൻ്റെ മമ്മിക്ക് വേറെ ഒരു അമ്മച്ചീനെ ഞങ്ങളുടെ വീട്ടിലോട്ട് അയച്ചപ്പോൾ ആ അമ്മച്ചി ഞങ്ങളുടെ മമ്മിയുടെ കണ്ടീഷൻ കണ്ടിട്ട് പറഞ്ഞു, അയ്യോ കുഞ്ഞ്, നിൻ്റെ സ്ഥിതി, അവരൊരു അമ്മച്ചിയായിരുന്നു. മമ്മി ഒരു മോളെ പോലെ, മോളെ നിൻ്റെ കണ്ടീഷൻ ഇങ്ങനെയോ, എന്തോ പറ്റി. അപ്പം ഞങ്ങൾ അറിയാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്തു. അന്ന് അവർ മമ്മിയോട് ചോദിച്ചു, മകളെ നീ കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവോ? അപ്പം മമ്മി പറഞ്ഞു, ഞാൻ എല്ലാത്തിലും വിശ്വസിക്കുന്നു. കാരണം മമ്മിയുടെ ആ ഭക്തി മാർഗം മമ്മി ഇങ്ങനെ മുറുകെ പിടിച്ചിരിക്കുക. ഇത്രയും പ്രയാസത്തിൻ്റെ മധ്യത്തിൽ ഞങ്ങൾക്ക് പോലും തരാത്ത പാലും നെയ്യും അവിടെ ചാർന്ന് പല ദിവസങ്ങളിൽ ഉപവസിച്ച് ഭക്തി കാണിച്ച മമ്മിയുടെ ഹൃദയത്തിൽ നിന്ന് ആ ഭക്തി മാറ്റാൻ മമ്മിക്കൊരു പ്രയാസം. മമ്മിക്ക് ഇപ്പോഴും ഇത്രയും കഷ്ടപ്പാടിൻ്റെ മധ്യത്തിലും ആ ഭക്തിയിൽ മമ്മി തുടരുക എന്ന് ഒരു കാര്യത്തിൽ പറയാം നമുക്ക്. എന്നിട്ട് മമ്മി പറഞ്ഞു, എല്ലാത്തിലും വിശ്വസിക്കുന്നു. അപ്പം ആ അമ്മച്ചി പറഞ്ഞു, മകളെ എല്ലാത്തിലും വിശ്വസിച്ചിട്ടല്ലേ നീ ഇതുവരെ വന്നത്, എന്തെല്ലാം നീ ചെയ്തു, എത്ര ഉപവസിച്ചു എത്ര നീ. മമ്മിയാണെങ്കിൽ ചില സമയത്ത് രാവിലെ 4 മണിക്ക് എണീച്ചിട്ട് ശരീരം മൊത്തം നനവോട് ഭക്തിയോട് ആരാധിക്കുന്ന സാഹചര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിൻ്റെ പുറകെയുള്ള കാരണം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ആരാധിച്ചാൽ നരകത്തിൽ പോകത്തില്ല എന്നുള്ള ഒരു വിശ്വാസം അങ്ങനെ മമ്മി ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ആ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാൽ ഒരു ഭക്തിയുടെ ഒരു കാര്യം പോലും മുടങ്ങാണ്ട് എനിക്ക് ചെയ്യണം, എങ്ങനെയൊക്കെയോ ഞങ്ങൾ രക്ഷപ്പെടണം എന്നുള്ള ഭാഗത്തിലായിരുന്നു മമ്മിയുടെ. രാമായണം വായിക്കുക, ഭഗവത്ഗീത വായിക്കുക, അത് ഞങ്ങളെ പഠിപ്പിക്കുക, മന്ത്രങ്ങൾ എഴുതിപ്പിക്കുക, ആദ്യം ഞാൻ പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാതൊരു രീതിയിൽ ഒരു സിറ്റുവേഷൻ പോലും, എത്ര കഷ്ടപ്പെടെയുള്ള സിറ്റുവേഷൻ ആണെങ്കിലും ഭക്തി സിസ്റ്റമാറ്റിക്കലി ചെയ്യണമെന്നുള്ള മമ്മിയുടെ ഒരു ജീവിതശൈലിയായിരുന്നു. അപ്പം ആ അമ്മച്ചി ചോദിച്ചെന്ന് പറഞ്ഞു, ഇതെല്ലാം നീ ചെയ്തു നോക്കിയിട്ടല്ലേ ഇവിടെ ഇരിക്കുന്നത്, പക്ഷെ ആരും നിന്നെ രക്ഷിക്കുന്നില്ലല്ലോ. അപ്പം മമ്മി പറഞ്ഞു, കാര്യം ശരി തന്നെ, എൻ്റെ പ്രയാസത്തിൻ്റെ മധ്യത്തിലും ഞാൻ എൻ്റെ ഭക്തിന് ഞാൻ കുറവ് വരുത്തിയിട്ടില്ല. ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്, ഞാൻ നടന്നിട്ടുണ്ട്, ഞാൻ വിശന്നിരുന്നിട്ടുണ്ട്, പക്ഷെ ഞാൻ ഭക്തിന് ആദ്യ സ്ഥാനം കൊടുത്തിട്ടുണ്ട്. എൻ്റെ മക്കളെ പോലും ഇത് ചെയ്യാണ്ട് ഞാൻ ഭക്തിയിൽ വളർന്നിട്ടുണ്ടെന്ന്. അപ്പം നീ തന്നെ അതിൻ്റെ മറുപടി പറയുന്നു. പക്ഷെ നീ യേശുവിൽ വിശ്വസിക്കുന്നു പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞു. ഏതായാലും മമ്മി പറഞ്ഞു, അമ്മച്ചി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് ആ അമ്മച്ചി മമ്മി അവിടെ കിടക്കുന്ന ആ കടുപ്പയുടെ മധ്യത്തിൽ അവിടെ മുട്ട് കുത്തിയിട്ട് കരഞ്ഞ് മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് അമ്മൂമ്മ ഉണ്ടായിരുന്നു, ഇപ്പം അവരില്ല, അന്ന് അമ്മൂമ്മയുണ്ട്. അമ്മൂമ്മ വരെ കരയാത്തൊരു കണ്ണുനീര് ഈ അമ്മച്ചിയുടെ കണ്ണിന്ന് കണ്ണുനീരായിട്ട് വീണപ്പം ഞാനത് കണ്ടപ്പം ഞാൻ ചിന്തിച്ചു, എൻ്റെ സ്വന്തക്കാർ പോലും കൂടെ പോകണ്ട, എൻ്റെ അമ്മൂമ്മ വരെ കരയാത്തൊരു കരച്ചിലാണോ ഈ അമ്മച്ചി കരയുന്നത്? ഈ അമ്മച്ചിയുടെ ഞങ്ങൾ ആരാണ്? ഈ അമ്മച്ചിയുടെ ഞങ്ങൾ ആരുമില്ല. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ അമ്മച്ചീനെ കാണുന്നത്. എന്നിട്ട് ഈ അമ്മച്ചി ഇത്രയും വേദനയോടെ എൻ്റെ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. അവർ പൊട്ടിക്കരഞ്ഞ് അവരുടെ സ്വന്തം കുഞ്ഞിനെ എന്തോ സംഭവിച്ച പോലെ അവർ ഞങ്ങൾക്ക് വേണ്ടി കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ശേഷം മമ്മിക്ക് ഒരു ട്രാക്റ്റ് കൊടുത്തു. ട്രാക്റ്റിൽ എഴുതിയിരിക്കുക യേശു ആരാണെന്ന് ആ ട്രാക്റ്റ് മമ്മി അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ട് പിന്നെ ആ അമ്മച്ചി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയതിൻ്റെ ശേഷം പതിവ് പോലെ ഞങ്ങളുടെ കാര്യത്തിന് സ്കൂളിൽ പോയി, വീട്ടിലെ ജോലിയൊക്കെ തീർത്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് പപ്പ ഡ്യൂട്ടിക്കും പോയി. പിന്നെ അങ്ങനെ രാത്രിയായപ്പം മമ്മിക്ക് തോന്നി, ഈ ബുക്ക് ഒന്ന് വായിച്ച് നോക്കിയാലോ എന്ന് പറഞ്ഞു. അപ്പം മമ്മി ആ ബുക്ക് എടുത്ത്. അപ്പം ഞങ്ങളെല്ലാവരും ഉറങ്ങിയിരിക്കുന്നു. കാരണം ദിവസം മൊത്തം പല ജോലികൾ ചെയ്ത്
ഇങ്ങനെ പല പ്രയാസവും വേദനയും ദുഃഖവും ഹൃദയത്തിലുണ്ട്. ഇതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ പലതും കടന്ന്, എന്നാലും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ ജോലിയൊക്കെ ചെയ്ത അപ്പം പപ്പ ഇങ്ങനെ സൈക്കിളിൽ പോവുകയും വരികയും ചെയ്യുമ്പം ആ ക്ഷീണം മൂലം പപ്പയും ഞങ്ങളും രാത്രിയിൽ കടന്ന് ഉറങ്ങി. അപ്പോൾ അങ്ങനെ കിടക്കുമ്പം ആ സമയത്ത് മമ്മി ഈ ബുക്ക് എടുത്തതിൻ്റെ ശേഷം മമ്മി അതിൽ വായിച്ചു നോക്കിയപ്പം യേശു ക്രിസ്തു സകല മാനവത്തിൻ്റെ പാപത്തിന് വേണ്ടി തന്നെ ബലിയായ എന്നുള്ള കാര്യങ്ങളും, നിങ്ങൾ ഏവരും ആരെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ പാപത്തെ ഏറ്റുപറഞ്ഞ യേശു കർത്താവ് നിങ്ങളുടെ പാപത്തിനോടുള്ള ആ മോചനവും നിങ്ങൾക്ക് വീണ്ടും ജനനവും പിന്നെ അനന്തമായിരിക്കുന്ന ജീവിതം തരും എന്നുള്ള പല കാര്യങ്ങൾ. അപ്പം മമ്മി ഇതൊക്കെ ആദ്യമായിട്ടാണ് വായിക്കുന്നത്. മമ്മിക്ക് ഇത് മനസ്സിലായില്ല. പക്ഷേ ഏതെങ്കിലും പാപങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറയണമെന്നുള്ള വാക്ക് അതിൽ മമ്മി പിടികൂടി. പറഞ്ഞു, ഞാൻ ആരെയും അങ്ങനെ ജീവിതത്തിൽ പ്രയാസപ്പെടുത്തിയിട്ടില്ല. ഇനി അഥവാ ഏതെങ്കിലും കാരണവശാൽ ഞാൻ പ്രയാസപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമയാചിക്കുന്നു. കാരണം മമ്മിയുടെ കുഞ്ഞിനെ മുതലുള്ള ജീവിതം ഒത്തിരി സംഘർഷമായിരുന്നു. മമ്മി 3 വയസ്സുള്ള 4 വയസ്സുള്ള സമയത്താണ് മമ്മിയുടെ പപ്പ ക്യാൻസറായിട്ട് മരിക്കുന്നത്. അവർ 5 മക്കളാണ് ഉള്ളത്. അപ്പം ഈ 5 മക്കളെ വളർത്താൻ വിധവയായിരിക്കുന്ന എൻ്റെ അമ്മൂമ്മ വളരെ കഷ്ടപ്പെട്ടു. അങ്ങനെ കഷ്ടപ്പാടത്തിലിരിക്കുമ്പം എൻ്റെ മമ്മി അവരുടെ മാമിയുടെ വീട്ടിലാണ് ചെന്ന് പിന്നെ ഒരു പ്രായം 10 വയസ്സ് കഴിഞ്ഞപ്പം 10-11 വയസ്സായപ്പോൾ മാമിയുടെ വീട്ടിൽ അങ്ങ് പോയി ജീവിക്കാൻ തുടങ്ങിയായിരുന്നു. അവിടെ ചെന്നപ്പോൾ ഒരു മാമിയുടെ സ്വഭാവം കാണിക്കാണ്ട് അവർ വെറും ഒരു വളർത്തെ അമ്മ, ഒരു പ്രത്യേക ഒരു അമ്മ, എന്തോ അതിൽ മലയാളത്തിൽ പറയുന്ന ഒരു പ്രത്യേക ഒരു സ്വഭാവം മമ്മിയോട് കാണിച്ചായിരുന്നു. എന്ന് പറഞ്ഞ സമയത്ത് ആഹാരം തരത്തില്ല, എല്ലാം ജോലികൾ ചെയ്യിപ്പിക്കും. രാത്രി 2 മണിക്ക് എല്ലാവരുടെ ആഹാരം കഴിച്ച് പാത്രങ്ങളൊക്കെ കഴുകി വല്ല ആഹാരം ഉണ്ടെങ്കിൽ കഴിക്കാൻ കിട്ടും. കിട്ടിയെങ്കിൽ കിട്ടി, കിട്ടിയില്ലെങ്കിൽ കിട്ടിയില്ല. അഥവാ നല്ലത് വല്ലതും എടുത്ത് ഉപയോഗിച്ചാൽ മമ്മിക്ക് അടി കിട്ടും. നിനക്ക് അതിന് യോഗ്യത ഇല്ല, നീ ഒരു സാധനം എടുത്തു പോകരുത് എന്ന് പറഞ്ഞ് ഒത്തിരി സംഘർഷത്തിലൂടെ ആ കുഞ്ഞിലെ മുതൽ മമ്മി വളർന്നത്. അതിൻ്റെ ശേഷം കല്യാണം കഴിയുവാണെങ്കിലും ഭർത്താവ് ഒരു ഡ്രൈവർ എന്ന നിലയിൽ ഒത്തിരിയും ശമ്പളം ഇല്ലാത്തതുകൊണ്ട് മമ്മിക്ക് വീണ്ടും ജീവിതത്തിൽ സംഘർഷങ്ങൾ നേരിടേണ്ടി വന്നു. അങ്ങനെ ആ ട്യൂഷനും ഇതും തയ്യലും ചെയ്തിട്ട് ഞങ്ങളെ വളർത്തുന്നത്. അങ്ങനെ ഒരു സംഘർഷപൂർണമായിരിക്കുന്ന ഒരു ജീവിതമായതുകൊണ്ട് മമ്മി വിചാരിച്ചു, ഞാൻ കഷ്ടത സഹിച്ചതേ ഉള്ളൂ, ആർക്കും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. എന്നാലും ആവട്ടെ, ഏതെങ്കിലും രീതിയിൽ ഞാൻ എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ ഞാൻ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന് ക്ഷമയാചിക്കുന്നു. യേശു അങ്ങ് ജീവിക്കുന്ന ദൈവമാണെങ്കിൽ ഇന്ന് എനിക്ക് ദർശനം തരണം എന്നുള്ള വാക്ക് മമ്മി പറഞ്ഞു. അങ്ങനെ പറഞ്ഞിട്ട് ഞങ്ങൾ ആദ്യമേ ഉറങ്ങിയിരിക്കുന്നു. മമ്മി ഇതൊക്കെ പറഞ്ഞ് ചെയ്യുന്നത് ഞങ്ങൾ കണ്ടില്ല. മമ്മി ഇത് ചെയ്തിട്ട് ആ ബുക്ക് മമ്മിയുടെ തലങ്ങണയുടെ കീഴിൽ വെച്ചിട്ട് കരഞ്ഞ് മമ്മി ഉറങ്ങി. രാത്രി ഒരു 12 മണിയായപ്പം ആരോ കതകിൽ കൊട്ടുന്നു. അപ്പം മമ്മിക്കിങ്ങനെ തോന്നി. അപ്പം മമ്മി എണ്ണിച്ച് നടക്കാൻ വയ്യ. ആ കടപ്പയിൽ നിന്ന് മമ്മി ഇങ്ങനെ ചരന്ന് നോക്കിയപ്പം ആരോ കൊട്ടുന്നു. നോക്കിയപ്പോൾ കതകിൻ്റെ അവിടെ, ഞാൻ പറഞ്ഞ പോലെ ഞങ്ങൾ ഒരു റൂമിലാണ് താമസിക്കുന്നത്, ഞങ്ങളെല്ലാവരും നല്ല ഉറക്കത്തില്ല. മമ്മി കതകിൻ്റെ അവിടെ നോക്കിയപ്പോൾ ആരുമില്ല. അപ്പം മമ്മി പറഞ്ഞു, എൻ്റെ ഒരു തെറ്റിദ്ധാരണയായിരിക്കും എന്ന് പറഞ്ഞ് മമ്മി കടന്നു. 2ാമത്തെ പ്രാവശ്യം വീണ്ടും അങ്ങനെ ഒരു ആരോ കൊട്ടുന്ന പോലെ. പിന്നെയും മമ്മി നോക്കിയപ്പോൾ കതകിൻ്റെ അവിടെ ആരുമില്ല. ഞങ്ങളെ നോക്കുന്നു, ഞങ്ങൾ ഉറങ്ങുന്നു. പിന്നെയും മമ്മി കടന്നുറങ്ങി. 3ാമത്തെ പ്രാവശ്യം ആയപ്പോൾ മമ്മിക്ക് മനസ്സിലായി വീണ്ടും ആരോ കൊട്ടുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ മമ്മി അങ്ങ് എണ്ണിച്ച് നോക്കിയപ്പം ഞങ്ങൾക്ക് ആ റൂമിൽ തന്നെ ഒരു അൽമീര ഉണ്ടായിരുന്നു. ആ അൽമീരയുടെ സ്ഥാനത്ത് ഭയങ്കരമായ ഒരു തേജോമയമായിരിക്കുന്ന ഒരു പ്രകാശം. ആ പ്രകാശം നമുക്ക് ഹിന്ദിയിൽ പറയുമ്പോൾ നഗ്ന നേത്രങ്ങൾ കൊണ്ട് നമുക്ക് മുഖാമുഖമായി കാണാൻ പറ്റാത്തൊരു പ്രകാശം. അത് നമുക്ക് നേരിട്ട് കാണാൻ പറ്റത്തില്ല. അത് അതിഭയങ്കരമായിട്ടൊരു പ്രകാശം. എന്നിട്ട് ആ പ്രകാശത്തിൽ വെള്ള വസ്ത്രം ധരിച്ച് ഒരാൾ നിൽക്കുന്നു. ആ ആളിനെ നോക്കാൻ മമ്മിക്ക് പറ്റുന്നില്ല, കാരണം അത്രയ്ക്ക് തേജോമയമായിട്ടിരിക്കുന്ന ആളാത്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ മമ്മി ഇങ്ങനെ കണ്ണ് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പം മമ്മി പറഞ്ഞു, അപ്പം മമ്മിയോടൊരു ശബ്ദം വരുന്നു, മകളെ നീ വിളിച്ചില്ലയോ? യേശു സത്യദൈവമാണെങ്കിൽ ഇന്ന് എനിക്ക് ദർശനം തരണം, അതുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ആ പ്രകാശത്തിൽ നിന്ന് ഒരു ശബ്ദം ഇങ്ങനെ വരുന്നു. ആ ശബ്ദം ഇങ്ങനെ സംസാരിച്ചപ്പം മമ്മി തന്നെ അതിശയിച്ചു പോയി.
ഞാൻ യേശു സത്യദൈവമാണെങ്കിൽ ആന്ന് എന്ന് പറഞ്ഞ് വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഉടനെ ആ ദൈവം ഇറങ്ങി വരുന്നു. ദൈവമേ, യേശു ആണോ ഇത്? ഞാൻ തന്നെ യേശു. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉളവാവുന്നതിൻ്റെ മുമ്പേ ഞാൻ നോക്കിയിരിക്കുമായിരുന്നു, എന്നാ മകളെ നീ എൻ്റെ സന്നിധിയിൽ വരുന്നു. നീ പല നേർച്ചകൾ ചെയ്തു, പല ഭക്തിമാർഗങ്ങൾ നീ ഉപയോഗിച്ചു, നേരോടെ നീ നടന്ന് നീ ഭക്തിയിൽ വളരുമായിരുന്നു. പക്ഷേ ആ ഭക്തി സത്യഭക്തിയുടെ മാർഗത്തിൽ നിന്നെ കൊണ്ടുപോകാൻ ഞാൻ നോക്കുമായിരുന്നു. നീ എന്നാ വരുന്നത്? ആ ഒരു സത്യഭക്തി അല്ലായിരുന്നു അത്. ആ ഭക്തിയിൽ നിന്ന് ആത്മാവിലും സത്യത്തിൽ ആരാധിക്കുന്ന സത്യദൈവം ആരാ എന്ന് നീ ആ സന്നിധിയിൽ എപ്പം വരുന്നു ഞാൻ നോക്കിയിരിക്കുമായിരുന്നു. ഇന്ന് ആ ദിവസം വന്നു. ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് യേശു വന്നു. എന്നിട്ട് മമ്മിയെ ആലിംഗനം ചെയ്തിട്ട് ഒരു ചുംബനം നെറ്റിയിൽ കൊടുത്തിട്ട് പറഞ്ഞു, മകളെ, ഇന്നു മുതൽ നിൻ്റെ എല്ലാ രോഗങ്ങളും ഞാൻ എടുക്കുന്നു. പിന്നെ നിൻ്റെ എല്ലാ പ്രയാസങ്ങളും എന്തെല്ലാം, പിന്നെ മമ്മി രോഗിയായതുകൊണ്ട് ചില കടഭാരങ്ങളും വന്നു. സ്വന്തം ആളുകളുടെ തന്നെ മമ്മിയോട് കടം വാങ്ങിച്ചിട്ട് തിരിച്ച് തരാതെ, അങ്ങനെ പല പ്രയാസത്തിൻ്റെ മധ്യത്തിൽ മമ്മി ഒത്തിരി കഷ്ടപ്പാടിൽ കിടക്കും. പറഞ്ഞു, നിൻ്റെ സകല വിഷമങ്ങൾ, പ്രയാസങ്ങൾ, നിൻ്റെ രോഗങ്ങൾ ഞാൻ ഇന്നു മുതൽ വഹിക്കുന്നു. ഇനി മേലാൽ നീ എൻ്റെ മകളാന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ചുംബനം കൊടുക്കുകയും എന്നിട്ടൊരു ചോദ്യം ചോദിക്കും, ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവിതത്തെ കൊടുത്തിരിക്കുന്നു, മകളെ നീ എന്ത് ചെയ്യും? അപ്പം മമ്മി തിരിച്ചൊരു വാക്ക്, കർത്താവേ, ദൈവമേ, ഞാൻ പലതിനെ ആരാധിച്ചു, ഭക്തിമാർഗം ഉപയോഗിച്ചു, എൻ്റെ ജീവിതം, എൻ്റെ മക്കളെ, എൻ്റെ ഭർത്താവിനെ കൊടുക്കാത്ത ശുശ്രൂഷയാണ് ഞാൻ ഈ കിടക്കുന്ന എല്ലാവർക്കും കൊടുത്തത്. പക്ഷെ എന്നാലും ആരും എന്നെ രക്ഷിച്ചില്ല. യേശു ജീവിക്കുന്ന ദൈവമാണ്. എൻ്റെ ഒരു വാക്ക് കേട്ട് ഇറങ്ങി വന്ന അങ്ങയുടെ മുമ്പിൽ ഞാൻ എൻ്റെ മൊത്തം ജീവിതത്തെ സമർപ്പിക്കുന്നു. ഇനി എൻ്റെ ജീവിതത്തിൻ്റെ അവസാനം വരെ ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ യേശുവിനെ തന്നെ സേവിക്കും. ഇതാ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞിട്ട് മമ്മി തിരിച്ചൊരു വാക്ക് പറയുന്നു. അത്രയും കണ്ടിട്ട് മമ്മിയുടെ ആ ദർശനം തീരുന്നു. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞ പോലെ എൻ്റെ പപ്പയാ മമ്മിയെ എണ്ണിപ്പിച്ച് പല്ല് തേപ്പിക്കുന്നത്. അന്നത്തെ ദിവസം എൻ്റെ മമ്മി തന്നെ എണ്ണിച്ച് സകല കാര്യങ്ങൾ ചെയ്തിട്ട് ആ കൊച്ചിൻ്റെ വീട്ടിൽ ഓടിപ്പോയിരിക്കുന്നു. ഇന്നലെ രാത്രി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ചെന്നാണ് ഞങ്ങൾ തപ്പുന്ന എൻ്റെ മമ്മി എന്ത് ചെയ്യും? മമ്മി പോയിരിക്കുന്ന അവിടെ ഓടി ഈ പ്രയാസത്തിൽ കിടക്കുന്ന മറ്റുള്ളവരുടെ ആശ്രയത്തിൽ കിടക്കുന്ന എൻ്റെ മമ്മിയെ ദൈവം തൊട്ട് സൗഖ്യമാക്കി. അവരങ്ങ് ഓടിച്ചെന്ന് അവരോട് പറയുന്നത് ഇങ്ങനെയൊക്കെ ഇന്നലെ രാത്രി സംഭവിച്ചത്. അപ്പോൾ അവിടെ ഒരു ദൈവദാസൻ വന്നിരിക്കുന്നു. അവർ പറഞ്ഞു, മകളെ, ജീവിക്കുന്ന ദൈവം ആയിരിക്കുന്ന യേശുവിനെ നീ വിളിച്ചില്ലയോ? ആ യേശു ആ നിന്നെ ദർശനത്തിൽ വെളിപ്പെട്ടത്, അതാ നിന്നെ സൗഖ്യമാക്കിയത്. എന്നിട്ട് പിന്നെ മമ്മിയുടെ ജീവിതത്തിൽ ഇത്രയും വലിയ എന്ന് പറഞ്ഞാൽ ജീവിക്കത്തില്ല. എല്ലാ ദിവസം രാത്രിയിൽ ഞങ്ങളോട് പറയും, ജീവിക്കുവോ ഇല്ലയോ എനിക്കറിയത്തില്ല, ചിലപ്പം നാളെ മരിക്കുമായിരിക്കും, നിങ്ങൾ നോക്കിക്കോണേ മക്കളെ, നിങ്ങൾ നോക്കിക്കോണമെന്ന് പറഞ്ഞ് ഹസ്ബൻഡിനോട് പറഞ്ഞിങ്ങനെ കിടക്കുന്ന മമ്മിയുടെ ജീവിതത്തിൽ ഇത്രയും വലിയ അത്ഭുതം എൻ്റെ ജീവിക്കുന്ന ദൈവം, ഒരു വാക്കിൽ പറഞ്ഞാൽ മരണത്തിൽ നിന്ന് ജീവിതത്തിലോട്ട് ദൈവം മടക്കിക്കൊണ്ടുവന്നു. അങ്ങനെ ഒരു വൻ അത്ഭുതം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു. എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ ദൈവത്തെ ഇന്ന് ഞങ്ങൾ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം എന്തോ ആയിത്തീരുന്നേനെ. ഞാൻ പല പ്രാവശ്യം അത് ചിന്തിച്ചിട്ട് കരയും. കർത്താവെ, ആ ദിവസം ആ ചെറിയൊരു റൂമിൽ എൻ്റെ യേശു അപ്പച്ചൻ സ്വർഗത്തിൻ്റെ സകല മഹിമ ത്യജിച്ച് ഞങ്ങളുടെ വീട്ടിൽ ഇറങ്ങി വന്നല്ലോ. ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ ജീവിതം എന്തോ ആയിത്തീരുന്നേനെ അപ്പാ എന്ന് പറഞ്ഞ് ഇന്നും ഞാൻ കരയാറുണ്ട്. കർത്താവെ, വന്നേനെ എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. കർത്താവെ, അന്ന് എൻ്റെ മമ്മി സമർപ്പിച്ചെങ്കിലും പിന്നീട് അതിൻ്റെ സീരിയസിറ്റി എനിക്ക് മനസ്സിലായപ്പം ഇന്നും ഞാൻ കരഞ്ഞ് ദൈവത്തിനോട് പ്രാർത്ഥിക്കും, ഒരു ആത്മാവ് പോലും നഷ്ടപ്പെടാതെ എൻ്റെ കർത്താവെ ഞങ്ങളുടെ വീട്ടിൽ ഇറങ്ങി വന്ന ആ ദൈവം ഓരോരുത്തർക്ക് ദർശനം കൊടുക്കണം, അവരുടെ ആത്മാവിനെ രക്ഷിക്കണം എൻ്റെ അപ്പ എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും ഇന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്നും എൻ്റെ അത് പ്രാർത്ഥനയാണ്. അന്ന് മുതൽ എൻ്റെ ഉള്ളിലും ഒരു സീൽ വന്നു. പ്രായം കുറവാണെങ്കിലും കുഞ്ഞിലെ മുതൽ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഡോക്ടർ ആവണമെന്ന്. പക്ഷെ ഞാൻ വിചാരിച്ചു ഈ ലോകപ്രകാരമുള്ള ഡോക്ടർ എല്ലാവരും എൻ്റെ മമ്മിയുടെ കൈ ഒഴിഞ്ഞു. പലരും പല ഒപ്പീനിയൻ, പല വിമർശനങ്ങളും ചെയ്തു. ഇതായിരിക്കും, അതായിരിക്കും, ഇങ്ങനെ ആയിരിക്കും, ചിലപ്പം ജീവിക്കത്തില്ല, പ്രയാസങ്ങൾ, കഷ്ടതകൾ ഇങ്ങനെ പറഞ്ഞപ്പം സ്വർഗസ്ഥനായിരിക്കുന്ന എൻ്റെ പിതാവ് സ്വയം ഇറങ്ങി ഒരു ഡോക്ടറായിട്ട്, ഡോക്ടർമാരിൽക്കായിട്ടും പരമായൊരു ഡോക്ടറായി ഇറങ്ങി എൻ്റെ മമ്മിക്ക് ഒരു പ്രയാസം കൂടാതെ യൂട്രസ് റിമൂവ് ചെയ്യാൻ പറഞ്ഞു. ഇന്നും എൻ്റെ മമ്മിയുടെ ഉള്ളിൽ യൂട്രസ് ഉണ്ട്. ആ യൂട്രസ് റിമൂവ് ചെയ്യാണ്ട് എൻ്റെ അപ്പൻ നടത്തിയ ആ സൗഖ്യത്തിനായി ഞാൻ നന്ദി പറയുന്നു അപ്പ എന്ന് പറഞ്ഞിട്ട് ഞാൻ അന്ന് സമർപ്പിച്ചു. ഇനി ഞാൻ ലോകപ്രകാരമുള്ള ഡോക്ടറല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ വേല ചെയ്യുന്ന എൻ്റെ കുഞ്ഞു പ്രായത്തിൽ കുഞ്ഞു ഹൃദയത്തിൻ്റെ ആ തീരുമാനം ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ വെച്ചു. ഞാൻ ആ തീരുമാനം ചെയ്തെങ്കിലും
ഞാനത് പറഞ്ഞ് മറന്നെങ്കിലും ദൈവം അത് മറന്നില്ല. പിന്നീട് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുൻപോട്ട് പോകുമ്പോൾ ഞങ്ങളുടെ തന്നെ സമാജത്തിൻ്റെ പല ആളുകൾ ഞങ്ങളുടെ എതിരായി വന്നു. നിങ്ങൾ ജാതി മാറി, മതം മാറി. ഞങ്ങൾ പ്രയാസത്തിൽ കിടക്കുമ്പം ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കില്ല. കഷ്ടതയിലിരുന്നപ്പോൾ ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കില്ല. ആ പ്രയാസത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഒറ്റയ്ക്ക് കടന്നു പോകുമ്പം ആരെങ്കിലും ഒരാൾ ആശ്വാസത്തിന് വേണ്ടി വരണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷെ ആരും, സ്വന്തം ആളുകൾ പോട്ടെ, മറ്റുള്ളവർ പോട്ടെ, സ്വന്തം ആളുകൾ പോലും ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ വന്നില്ല. ഇവർ പ്രയാസത്തിൽ കടന്നു, തിരിച്ച് ഇനി പോകുമ്പോൾ ചിലപ്പോൾ വല്ല സഹായം കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ് തിരിഞ്ഞു പോലും ആരും നോക്കാത്ത സമയത്ത് ഞങ്ങളുടെ ജീവിക്കുന്ന ദൈവം ഇറങ്ങി ഞങ്ങളെ രക്ഷിച്ചത്. അന്നേരം മറ്റുള്ളവർ അങ്ങ് എതിർക്കാൻ തുടങ്ങി. ഇവർ ജാതി മാറി, മതം മാറി, പല ലക്ഷങ്ങൾ കിട്ടി കാണും. എന്നിട്ട് പോരാഞ്ഞിട്ട് പറയുന്ന എൻ്റെ പേര് നിഷ ആണല്ലോ എന്നെ വിളിച്ചുകൊണ്ടിരുന്ന മതം മാറ്റിയ ഉണ്ണിയുടെ മോൾ, മതം മാറ്റിയ ഉണ്ണിയുടെ മോൾ ദാ പോന്നു. അങ്ങനെ എന്നെ പരിഹസിക്കുകയും പല നിന്ദ വാക്കുകൾ എന്നെ ഞങ്ങളുടെ എതിരായി, അമ്മയുടെ ആണെങ്കിലും എൻ്റെ എതിരായി പറയുകയും ചെയ്ത് ഒത്തിരി പ്രയാസപ്പെടുത്തി. ഞങ്ങൾ ഒന്നിനും മറുപടി കൊടുക്കാൻ പോയില്ല. ഞങ്ങൾ ശാന്തമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ പപ്പ പോലും, ഞാനും എൻ്റെ ബ്രദറും ഉടനെ വിശ്വസിച്ചു. ഏതവസ്ഥയിലാണ് എൻ്റെ മമ്മി കടന്നത്. എൻ്റെ പപ്പയെ അത് കണ്ടതാ, ഒപ്പം തന്നെ ശുശ്രൂഷിച്ചതാ. എന്നാലും പപ്പയ്ക്ക് ഒരു പ്രയാസം. നായർ സമുദായത്തിൽ നിന്ന് ഞങ്ങൾ ഈ ജാതിയിലോട്ട് പോകുമ്പോൾ ജനങ്ങൾ എന്തോ പറയും, സമാജം എന്തോ പറയുമെന്ന് പപ്പ. അപ്പം ഞങ്ങൾ പപ്പയോട് പറയും, പപ്പ, നമ്മൾ കാണാത്തൊരു കാര്യമാണെങ്കിൽ നമുക്ക് പറയാം. നമ്മൾ കണ്ണിൻ്റെ മുമ്പിൽ കണ്ട ഒരു കാഴ്ചയാണ് നമ്മുടെ മമ്മി എങ്ങനെ പോയിക്കൊണ്ടിരുന്നതാ. ആ രീതിയിൽ നിന്ന് ദൈവം എങ്ങനെ നമ്മുടെ മമ്മീനെ മരണത്തിൽ നിന്ന് ജീവിതത്തിൽ കൊണ്ടുവന്നത്, നമുക്കങ്ങനെ എങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്യാതിരിക്കാൻ പറ്റും, അംഗീകരിക്കാതിരിക്കാൻ പറ്റും. ആ സത്യത്തെ ഞങ്ങൾ കളയത്തില്ല. അപ്പം പപ്പയുടെ പീഡനങ്ങൾ തുടങ്ങി. പപ്പ പെട്ടെന്ന് മാറി. പപ്പ പറഞ്ഞു, പോകാൻ പറ്റത്തില്ല, ചർച്ചിൽ പോകാൻ പറ്റത്തില്ല, അവരിങ്ങനെ പറയും, ഇവരിങ്ങനെ പറയും, സമാജക്കാരെന്നോട് ചോദിക്കുന്നു. അപ്പം മമ്മി എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ടിട്ട്, ഞങ്ങൾ ഒരു റൂമിൽ താമസിക്കുന്നെന്ന് ഞാൻ പറഞ്ഞ പോലെ മേളിൽ ഒരു ടെറസ് ഉണ്ടായിരുന്നു. അവിടെ മൊത്തം ഈ കല്ലുകൾ കിടക്കുക, ഫ്ലാറ്റുള്ള ഒരു സ്ഥലമല്ല. അവിടെ മമ്മി മുട്ടുകുത്തിയിട്ട്, പപ്പ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ അവിടെ മുട്ടുകുത്തിയിട്ടിരുന്ന് കരഞ്ഞ് പപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എങ്ങനെയെങ്കിലും എൻ്റെ ഭർത്താവിനൊരു രക്ഷാനുഭവത്തിൽ ദൈവമേ അങ്ങ് കൊണ്ടുവരണമെന്ന് മുട്ടുകുത്തി പ്രാർത്ഥിച്ചിട്ട് ഇച്ചിരി കഴിയുമ്പോൾ താഴെ വരും. പപ്പയുടെ മുമ്പിൽ ഞങ്ങൾക്ക് ചർച്ചിൽ പോകാൻ പറ്റത്തില്ല, ചർച്ചിൽ പോകാൻ പൈസ തരത്തില്ല. ഞങ്ങൾ പിന്നെ നടന്ന് കിലോമീറ്റർ കണക്കിന് ഞാനും എൻ്റെ ബ്രദറും എൻ്റെ മമ്മി നടന്ന് ചർച്ചിൽ പോകുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എന്താണെങ്കിലും ഈ ദൈവത്തെ ഞങ്ങൾ വിടത്തില്ല. മമ്മിയോട് ഞങ്ങൾ പറഞ്ഞു, പപ്പ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും മമ്മിയെ രക്ഷിച്ച ദൈവം തന്നെ ഞങ്ങളുടെ ദൈവം, യേശു കർത്താവ് തന്നെ ജീവിക്കുന്ന ദൈവം, അത് ഞങ്ങൾ കണ്ടറിഞ്ഞിരിക്കുന്നു മമ്മി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മമ്മിയുടെ ഒപ്പം തന്നെ ഞാനും എൻ്റെ ബ്രദറും കൂടെ നിന്നു. ഞങ്ങൾ നടന്നിട്ടാണെങ്കിലും എവിടെയെങ്കിലും ഒരു ചെറിയ മീറ്റിംഗ് ആണെങ്കിലും നടന്നിട്ടാണെങ്കിലും ഞങ്ങൾ പോകും. പൈസ തന്നില്ലെങ്കിലും ഞങ്ങൾ നടന്നിട്ട് പോകും. പക്ഷെ ദൈവത്തെ വിടത്തില്ല എന്ന് പറഞ്ഞ് ഉറച്ച തീരുമാനത്തോടെ ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ പപ്പ തന്നെ സമാജത്തിൻ്റെ ഒരാളും പിന്നെ RSSഉം BJP എന്ന് പറയുന്ന ആ നിലയിലിരിക്കുന്ന ചില ആളുകളെ കൊണ്ട് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് മനസ്സിലാക്കണം, അവൾ ഈ മാർഗത്തിൽ പോകരുത്, അവളെ ഇതിൽ നിന്ന് മാറ്റണമെന്ന്. അവർ 3 പേര് എങ്ങാണ്ട് ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് മമ്മിയോട് പറഞ്ഞു, ഇതിലൊക്കെ പോയാലേ പറ്റത്തില്ല, നമ്മൾ നായന്മാരാ, ഇതിൻ്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ മറ്റവരുടെ പരിപാടിയാണ്, ഇങ്ങനെ പല അശുദ്ധ വാക്കുകളൊക്കെ അവർ ഉപയോഗിച്ചു. എന്നിട്ട് പിന്നെ മമ്മിയോട് പറഞ്ഞു പോകരുതെന്ന്. മമ്മി പറഞ്ഞു, പറ്റത്തില്ല, ഞാൻ അനുഭവിച്ച സത്യസാക്ഷീനെ തള്ളിക്കളയാൻ നിങ്ങൾ പറയുമ്പം അത് എന്നെ കൊണ്ട് സാധ്യമല്ല, എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും നിങ്ങൾക്ക് ഇത് മാറ്റാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അവർക്ക് ഭയങ്കര കോപം വന്നു. അവർ പറഞ്ഞു, നിങ്ങളുടെ കയ്യും കാലും വെട്ടിയിടും, വീട്ടിൽ അങ്ങനെ കടന്നാൽ മതി, പക്ഷെ ചർച്ചിൽ പോകരുതെന്ന്. മമ്മി പറഞ്ഞു, കയ്യും കാലും വെട്ടിയേ മാത്രമല്ല സഹോദരന്മാരെ, എന്നെ തന്നെ കൊന്നോ നിങ്ങൾ, എനിക്ക് പ്രശ്നമില്ല, പക്ഷെ എൻ്റെ ആത്മാവിൽ നിന്ന് ആ ജീവിക്കുന്ന ദൈവത്തിനെ നിങ്ങൾക്ക് മാറ്റാൻ പറ്റത്തില്ല, അത് തന്നെ എൻ്റെ ഉറച്ച തീരുമാനം എന്ന് പറഞ്ഞ് മമ്മി അവരോട് പറഞ്ഞപ്പം അവർ പല രീതിയിലും നമ്മളെ പ്രാഗി അശുദ്ധ വാക്കുകൾ പറഞ്ഞ് കാലുകൊണ്ട് ഇങ്ങനെ ചവിട്ടി ദേഷ്യപ്പെട്ടിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഞങ്ങൾ മറുപടി ഒന്നും കൊടുത്തില്ല, ഞങ്ങൾ സഹിച്ചു. ഒരാഴ്ച പോലും പോയില്ല. ഇച്ചിരി ദിവസം കഴിഞ്ഞപ്പോൾ അവർ 3 പേര്, എനിക്കങ്ങനെ പറയാൻ പറ്റത്തില്ല, ഞാനൊരു ന്യായമല്ല പറയുന്നത്, അവർ ഭൂമിയിൽ നിന്ന് മാറിപ്പോയി, അവർ ഭൂമിയിൽ നിന്ന് വിട്ടുപോയി. അവരെ പിന്നെ കാണും. ഞാനും വിചാരിച്ചു, ഇവർ 3 പേരുടെ ജീവിതത്തിൽ ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ. അപ്പം ദൈവവചനവും നമ്മളെ പഠിപ്പിക്കുന്നു, എല്ലാവരെയും ക്ഷമിക്കുക, സ്നേഹിക്കുക, നമ്മൾ ന്യായം വിധിക്കുന്നവരാകരുത്, നമ്മൾ സഹിക്കണം, മറുപടി തരുന്ന ദൈവമാണ്. ഒരു 3 പേര് ഇന്നില്ല. അപ്പം
മമ്മിയുടെ ആ ഉറച്ച തീരുമാനം, ഞാനിതൊക്കെ ഞാൻ പ്രായം കുറവാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കുക, ആ ധൈര്യമായിട്ട് ആ നിൽക്കുന്നത് മമ്മിയോട് പല എതിർപ്പുകൾ പറയുമ്പോഴും മമ്മി അങ്ങ് സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ഈ ദൈവത്തെ ഞാൻ ഇനി വിടത്തില്ല, ഇത് തന്നെ എൻ്റെ ജീവിക്കുന്നതിനും മരിക്കുന്നതിൻ്റെ ഒരേ മാധ്യമം എന്ന് പറഞ്ഞ് മമ്മിയുടെ ആ ഉറപ്പ്, ആ ഉറച്ച വിശ്വാസം, ഞാൻ ഇതൊക്കെ കണ്ടിട്ടാണ് ഞാൻ വളർന്നത്. അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പം പിന്നീട് ജനങ്ങൾ പറഞ്ഞു, ഈ കൊട്ടുപാട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുടെ പിന്നെ പല രീതിയിൽ ഇങ്ങനെ വാക്കുകൾ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പരിഹസിക്കാൻ തുടങ്ങി. പിന്നെ പറഞ്ഞു, നിനക്കൊരു മോളുണ്ടല്ലോ, ഇനി സുഖമായി, ഇനി നിങ്ങൾ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ, നിങ്ങളുടെ മോളുടെ വിവാഹം ഇനി നടക്കത്തില്ല, ഇവളിങ്ങനെ പോകും, നിൻ്റെ ജീവിതം ഇങ്ങനെ അവസാനിക്കുന്നു എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിലും ഒരു മറുപടിയും കൊടുത്തില്ല. ഞങ്ങൾ സമാധാനമായിട്ട് ദൈവ സാന്നിധ്യത്തിൽ വിശ്വസിച്ചു. എൻ്റെ മമ്മിയെ മരണത്തിൽ നിന്ന് ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന ഒരു ദൈവമാണ്. അതിന് അസാധ്യമായതൊന്നുമില്ല. ദൈവം എന്നെ ഭൂമിയിൽ അയച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സമയത്ത് വിവാഹവും ദൈവം തരും. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക, അപ്പോഴേ അവരുടെ പ്രയാസം തുടങ്ങി കല്യാണത്തിൻ്റെ. ആദ്യം ഞാൻ പഠിക്കട്ടെ എന്നല്ല, പല രീതിയിൽ എന്നെ പ്രയാസങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പം ഞാൻ 12ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഒരു പ്രവാചകൻ വരുന്നു. പുള്ളി എൻ്റെ തലയിൽ കൈവച്ചിട്ട് പറയുന്നു, ഇത് ആരുടെ കൊച്ചാ? അപ്പോൾ അന്നേരം മമ്മി പറഞ്ഞു, എൻ്റെ മോളാന്ന് പറഞ്ഞു. ഓ അച്ഛാ, 8 മാസം പോലും പോകത്തില്ല, ഈ കൊച്ച് കൂടുതൽ വീട്ടിലിരിക്കത്തില്ല. അപ്പം മമ്മി ആകെ ഭയന്നു പോയി. മമ്മി വിചാരിച്ചു, എന്തോ പറ്റിയേ, കൂടുതലൊന്നുമില്ല, ഈ കൊച്ചിൻ്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു. മമ്മി വരെ അതിശയിച്ചു പോയി. ഒരു പൈസ എവിടുന്ന് കൊണ്ടുവരും, എന്തുവാ, അയ്യോ ഞങ്ങൾ ഇനിയും പഠിപ്പിക്കണം, അവൾക്ക് പല ആഗ്രഹങ്ങളുണ്ട്, ഇങ്ങനെ പല രീതിയിൽ മമ്മി പറഞ്ഞു. അപ്പം ദൈവദാസൻ പറഞ്ഞു, ദൈവം പറഞ്ഞ വാക്കാ, ദൈവം അത് പൂർത്തീകരിക്കും. കാരണം നിങ്ങളുടെ മേളിൽ നിന്ന് കടക്കുന്നു, നിന്റെ മകളുടെ വിവാഹം എങ്ങനെ നടക്കും, അവൾ ജീവപര്യന്തം ഇങ്ങനെ തന്നെ കടക്കും എന്നുള്ള വാക്ക്, അതിൽ നിന്ന് ദൈവം ഒരു മാറ്റത്തിലോട്ട് കൊണ്ടുവരാൻ പോവുക. ഞാനും അത് വിശ്വസിച്ചില്ല. ഞാനൊരു പഠിച്ചുകൊണ്ടിരിക്കുക, 12ാം ക്ലാസ് അങ്ങനെ കഴിയുന്നു. അപ്പം എൻ്റെ അമ്മാമ്മന്മാരും എൻ്റെ തന്നെ കുടുംബക്കാരും ഞങ്ങളോട് പറഞ്ഞായിരുന്നു, നിന്റെ വിവാഹം നടക്കത്തില്ല. ഇന്നും അവരുടെ മക്കളുടെ വിവാഹം നടക്കാതിരിക്കുന്ന സ്ഥാനത്ത് ദൈവം സമയത്തിൻ്റെ മുൻപ് എൻ്റെ വിവാഹം കഴിക്കുകയും ദൈവഭയത്തിലും ഭക്തിയിലും ജീവിക്കുന്ന ഒരു ദൈവദാസൻ്റെ കൂടെ. അപ്പം ഞാൻ ആ കുഞ്ഞിലെടുത്ത തീരുമാനം ഞാൻ ഓർക്കുന്നു. ഞാൻ പറഞ്ഞു, ഈ ലോകപ്രകാരമുള്ള ഡോക്ടർ എൻ്റെ മമ്മിയെ സൗഖ്യമാക്കാൻ പറ്റില്ല, പക്ഷെ സ്വർഗസ്ഥനായ പിതാവ് ഇറങ്ങി എൻ്റെ അമ്മയെ ജീവനിലോട്ട് കൊണ്ടുവന്ന ആ ദൈവത്തിൻ്റെ മുൻപാകെ ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്നുള്ള ആ വാക്കിനെ ദൈവം അന്ന് മാനിച്ചതും, എൻ്റെ വിവാഹം ഒരു ദൈവഭയത്തിലും ഭക്തിയിലും ജീവിക്കുന്ന ഫുൾ ഡെഡിക്കേഷനായിട്ട് അന്യജാതി ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ തന്ന ഫുൾ സമർപ്പണത്തോട് ദൈവ സാന്നിധ്യത്തിൽ വന്ന ഒരു ദൈവദാസൻ്റെ കൂടെ നടക്കുവാൻ ദൈവം സഹായിച്ചു. അതിന് പാസ്റ്റർ PS സാമുവേൽ, നിങ്ങളെല്ലാവരും കേട്ടുക, ഇപ്പം കർത്താവിൽ വിശ്രമിക്കുന്നു. ആ ദൈവദാസനെ ദൈവം ഉപയോഗിച്ചു. ഞങ്ങളുടെ അനുഗ്രഹികമായ ആ വിവാഹം നടക്കുവാൻ ദൈവം സഹായിച്ചു. പിന്നെ അതിൻ്റെ ശേഷം പുള്ളിയുടെയും ഡെഡിക്കേഷനായിരുന്നു, എൻ്റെയും ഡെഡിക്കേഷനാണ് ദൈവത്തിൻ്റെ വേലയിൽ. അപ്പം ഞങ്ങൾ ആദ്യകാലങ്ങളിൽ ഒരു മിഷണറി ആയിട്ട് പറഞ്ഞാൽ യൂത്തുകളുടെ ഇടയ്ക്ക് ദൈവത്തിൻ്റെ പ്രവർത്തനം ചെയ്ത് ഇങ്ങനെ വളരുമായിരുന്നു. അപ്പം അങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പം ഇച്ചിരി വർഷങ്ങൾ കഴിയും അനേക യൂത്തുകളുടെ അടുത്ത് യൗവനക്കാരുടെ മധ്യത്തിൽ ദൈവം പ്രവർത്തിക്കാനും അവരെ കർത്താവിൻ്റെ സന്നിധിയിൽ നേടുവാനും. പിന്നെ ഞങ്ങൾ ആ സമയത്ത് തന്നെ പല ഗ്രാമങ്ങളിലും പോകുമായിരുന്നു. അവിടെ പോകുമ്പോൾ പല എതിർപ്പുകളുണ്ട്. അപ്പം ഞാൻ എന്തോ ചെയ്യും, അവിടുത്തെ കുഞ്ഞുങ്ങൾക്ക് ഫ്രീ ആയിട്ട് ട്യൂഷൻ പഠിപ്പിക്കും. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞ ട്യൂഷൻ അല്ല, അതിലൂടെ എന്നെ എങ്ങനെയെങ്കിലും എൻ്റെ കർത്താവിൻ്റെ സ്നേഹം അവർക്ക് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ആ രീതിയിൽ ഞാൻ അവരെ ട്യൂഷൻ പഠിപ്പിക്കും. അവരുടെ എല്ലാ ചെറിയ ചെറിയ ആവശ്യങ്ങൾ, അവരുടെ വേദനകൾ, സ്ലം ഏരിയയിലാണ്. അപ്പോൾ സ്ലം ഏരിയയിലായതുകൊണ്ട് അവർക്ക് പല പ്രയാസങ്ങളുണ്ട്. അപ്പോൾ അവരുടെ കൂടെ ഇരിക്കുകയും, ദീദി വന്നിരിക്കുക, ദീദി ഒക്കെ കോളനിയിൽ താമസിക്കുന്നവരാ, പക്ഷേ ഞങ്ങളുടെ മധ്യത്തിൽ വന്നു, ഞങ്ങളുടെ ദീദി എന്ന് പറഞ്ഞ് അവരെ സ്നേഹിക്കുകയും എൻ്റെ കൂടെ അവരെ ഇരുത്തിയിട്ട് അവിടെ എല്ലാം പഠിപ്പിക്കുകയും ചെയ്തൊക്കെ ചെയ്യുമ്പം പിന്നെ പെതുക്കെ അവർക്ക് സ്റ്റോറി മൂലം ഞാൻ കർത്താവിൻ്റെ കാര്യങ്ങൾ പറയുകയും പിന്നെ അവരെ സുവിശേഷം പറയുകയൊക്കെ ചെയ്യാനുള്ള അവസരങ്ങൾ ഞാൻ എത്തി. അപ്പോൾ അങ്ങനെ പല ഗ്രാമങ്ങളിൽ എത്തുവാനും ദൈവത്തിൻ്റെ സ്നേഹം ഈ സാക്ഷ്യത്തിലൂടെ അവരെ കാണിച്ചു കൊടുക്കുവാനും ദൈവം സഹായിച്ചു. ഇന്നും അപ്പം അങ്ങനെ യൂത്തുമാരുടെ മധ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇച്ചിരി സമയം കഴിഞ്ഞപ്പം ദൈവത്തിൻ്റെ ദർശനം ഞങ്ങൾക്ക് ഉണ്ടായി. ഞങ്ങൾ ചർച്ച് മിനിസ്ട്രിയോട് ബന്ധത്തിലുള്ള ആ വേലയിലോട്ട് വന്നു. ഇന്ന് ഞങ്ങൾ ചർച്ച് മിനിസ്ട്രി, വില്ലേജ് ഇവാഞ്ചലിസം, കൗൺസിലിംഗ്, അങ്ങനെ പല രീതിയിൽ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ദൈവത്തിൻ്റെ കൃപയാൽ ദൈവം ഉപയോഗിക്കുന്നു. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചർച്ച് മിനിസ്ട്രി ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിലാണെങ്കിൽ 90+% അന്യജാതി ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ജനങ്ങളാണ്. പല പ്രയാസത്തിൻ്റെ മധ്യത്തിൽ, കഷ്ടതയുടെ മധ്യത്തിൽ, പല മന്ത്രവാദം,
പിന്നെ പല ഈ മനുഷ്യരെ വരെ ബലി ചെയ്യുന്ന കുടുംബത്തിൽ നിന്ന് ജനങ്ങൾ ചർച്ചിൽ വന്നുകൊണ്ടിരിക്കുന്നു. അവർ സത്യദൈവത്തെ അറിഞ്ഞു. അവർ നിങ്ങൾ ആരാധിക്കുന്ന ദൈവം തന്നെ സത്യദൈവം എന്ന് അറിയിപ്പിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു. അവരെ പറയാനും അവരെപ്പം ശക്തമായി അവരുടെ സ്ഥലത്ത് തന്നെ ഒരു സുവിശേഷ പ്രവർത്തകരായി, വിശ്വാസിയാണെങ്കിലും അവരത് ശക്തമായി ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കുന്നു. പിന്നെ ഞങ്ങളിങ്ങനെ പലയിടത്തും ഇങ്ങനെ കൗൺസിലിങ്ങും കാര്യങ്ങളും ആയിട്ടും പല വിഷമങ്ങൾ ഇങ്ങനെ പ്രയാസത്തിൽ കിടക്കുന്ന ജനത്തിൻ്റെ മധ്യത്തിൽ കൗൺസിലിങ്ങും ചെയ്യുന്നു. പിന്നെ വില്ലേജ് ഇവാഞ്ചലിസം എന്ന ബന്ധത്തിൽ ഞങ്ങൾ ജനങ്ങളുടെ മധ്യത്തിൽ പോവും, സുവിശേഷം പറയും. UP കഴിഞ്ഞിട്ട് നിങ്ങൾക്കറിയാം ഛത്തീസ്ഗഡിലെ ഏറ്റവും വലിയ പെർസിക്യൂഷൻ ഉള്ള സ്ഥലമായതുകൊണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നടത്തുന്ന രീതിയിൽ ഞങ്ങൾ വില്ലേജിൻ്റെ ഒരു കൊച്ചനെ നല്ല രീതിയിൽ ബൈബിൾ പഠിപ്പിച്ച് അവനെ തന്നെ അല്ലെങ്കിൽ അവളെ തന്നെ അവിടെ അങ്ങ് സ്ഥാപിച്ച ആ ലോക്കൽ ഏരിയയുടെ ആളുകളെ തന്നെ അവിടെ വെച്ച് ദൈവത്തിൻ്റെ സുവിശേഷ വേലയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവം സഹായിക്കുന്നു. ഞങ്ങൾ അവരെ ട്രെയിനിങ് കൊടുക്കും, ദൈവവചനത്തിൻ്റെ യഥാർത്ഥമായ കാര്യങ്ങൾ പഠിപ്പിക്കും. പിന്നെ ഒരു കാര്യം എപ്പോഴും പഠിപ്പിക്കും, നമ്മൾ വിളിച്ചിരിക്കുന്ന, നമ്മളെ മാറ്റി ലോകത്തിൽ നിന്ന് വിളിച്ച് വേർതിരിച്ചിരിക്കുന്ന ആ ദൈവത്തെ നമ്മൾ ഒരു കാലവും പുറകോട്ട് മാറാതെ അതിനെ പിടിച്ചു നിൽക്കും. പ്രയാസങ്ങൾ വരും, കഷ്ടത വരും, പക്ഷെ അതിൻ്റെ മധ്യത്തിൽ ദൈവം നമ്മളെ കരം പിടിച്ച് നടത്തും. അതുകൊണ്ട് ഒരു കാരണവശാലും വിഷമിക്കരുത്, ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, സർവശക്തനായിരിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ അവരെ ബൈബിളിൻ്റെ സിസ്റ്റമാറ്റിക് കാര്യങ്ങൾ പഠിപ്പിച്ച് അവർ തന്നെ അവിടെ വേല ചെയ്യുന്നു. അങ്ങനെ പല ഗ്രാമങ്ങളിൽ ദൈവം എത്തുവാനും ദൈവരാജ്യത്തിൻ്റെ സ്ഥാപനയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ദൈവം ഉപയോഗിക്കുന്നു. ഇതെല്ലാം ദൈവത്തിൻ്റെ കൃപയാണ്, ഞങ്ങളുടെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളുടെ സാഹചര്യം അനുകൂലം അല്ലായിരുന്നു, ഞങ്ങൾ യാതൊരു യോഗ്യത ഉള്ളവരല്ല. ഒരു ചെറിയൊരു റൂമിൽ താമസിച്ചുകൊണ്ടിരുന്ന, ആരും അറിയാത്തൊരു കുടുംബം പോലെ താമസിച്ചുകൊണ്ടിരുന്ന ഞങ്ങളെ സ്വർഗസ്ഥനായ ദൈവം ഞങ്ങളുടെ കുഞ്ഞു വീട്ടിൽ ഇറങ്ങി വന്ന് വിളിച്ചു, വേർതിരിച്ചു. അതിൻ്റെ ഒരു കാര്യമായി ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പം ഈ ദൈവം, ഞാൻ ഈ ഇതിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ ഞങ്ങളുടെ ചുറ്റും ഒത്തിരിയും ക്രിസ്ത്യാനികളുണ്ടായിരുന്നു, പക്ഷെ ആരും നമ്മളോട് കർത്താവിൻ്റെ സുവിശേഷം ഞങ്ങളോട് പറഞ്ഞില്ല. അതിൻ്റെ ഒരു കാരണം ഒരു വർഷം ഞാൻ പറഞ്ഞു, ചിലപ്പോൾ നമ്മളോട് ഭയപ്പെട്ടിട്ടായിരിക്കും. കാരണം ഇവിടെ കഠിനമായ ഹിന്ദുക്കളെ വിശ്വസിക്കുകയോ ഇല്ലയോ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ സമർപ്പണത്തിൻ്റെ കുറവോ എനിക്ക് അറിയത്തില്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ ഈ അറിഞ്ഞ സത്യം, എൻ്റെ മുമ്പിൽ ആര് വന്നാലും ഈ സത്യത്തെ പറയാൻ എനിക്ക് യാതൊരു മടിയില്ല. കാരണം എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവമായത്. ഇത് ഞാൻ മറ്റുള്ളവരോട് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞാൻ അനുഭവിച്ചതാ, ഞാൻ കണ്ടതാ. ഇതിനെ എനിക്ക് മറച്ച് വെക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ ഈ പ്രേക്ഷകരോട് അഭ്യർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ അറിഞ്ഞിരിക്കുന്ന ഈ സത്യം നമ്മളല്ലാണ്ട് പിന്നെ ആര് പറയും? യേശു നമ്മളെ അയച്ചിരിക്കുന്ന അതിനു വേണ്ടിയായി ഈ ഭൂമിയിൽ. അത് നമ്മൾ പറഞ്ഞിരിക്കണം. ഒരു മനുഷ്യൻ നരകത്തിൽ പോകുന്നതിൻ്റെ ആ വേദന നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ആ നരകത്തിൻ്റെ കഷ്ടത നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഞങ്ങളുടെ വീട്ടിൽ ഇറങ്ങി വന്ന ഈ ദൈവം ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇന്ന് എന്തോ ആയിത്തീരുന്നതെന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ഞാൻ ഭയന്നു പോവുക. കാരണം ഇപ്പം ഞാൻ ആ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുമ്പം. അപ്പം ഈ ചുമതല ദൈവം തന്നിരിക്കുന്നത് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല. പിന്നെ പല പ്രയാസങ്ങളുണ്ട്. നിങ്ങൾക്ക് ഞാനിപ്പം പറഞ്ഞ പോലെ UPയുടെ കഴിഞ്ഞിട്ട് ഛത്തീസ്ഗഡിൽ പല പ്രയാസങ്ങളുണ്ട്. നമ്മൾ സുവിശേഷം പറയാൻ പറ്റത്തില്ല. ഒരാളുടെ നന്മ, നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോൾ അവർ അതിനെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് പല കള്ള ആരോപണങ്ങളിട്ട് നമ്മളെ അങ്ങ് ഒത്തിരി ഹരാസ് ചെയ്യാൻ ശ്രമിക്കും. പല ആലയങ്ങൾ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുക, ദൈവത്തിൻ്റെ ചർച്ചിനെ ബന്ധാക്കി വെച്ചിരിക്കുക, എന്നിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. എന്നിട്ട് പറയാം ഇത് തുറക്കാൻ പറ്റത്തില്ല, നിങ്ങൾ മതം മാറ്റുന്ന പരിപാടിയാണ് ചെയ്യുന്നത്, നിങ്ങൾ ഹിന്ദുക്കളെ ഇതിനെ ഇതാക്കുക. ഇങ്ങനെ പല അവർ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. പക്ഷെ അതിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തത്തെ ഞാൻ മുറുകി പിടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. ആ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഛത്തീസ്ഗഡിൽ ദൈവവചനം എത്ര എതിർപ്പുണ്ടോ അത്രയും ദൈവത്തിൻ്റെ കാര്യവും അതിൻ്റെ ഇരട്ടി നടന്നുകൊണ്ടിരിക്കുക. അത് നടന്നുകൊണ്ടിരിക്കും. അത് ദൈവത്തിൻ്റെ വാഗ്ദത്വ, ആർക്കും അതിന് തടയാൻ പറ്റത്തില്ല. പക്ഷേ ഇതിൻ്റെ മധ്യത്തിൽ ദൈവദാസന്മാർ പല കഷ്ടതയുടെ ഉള്ള അവരുടെ ഫാമിലിയുണ്ട്. കള്ള ആരോപണത്തിൽ അവരെ ജയിലിലാക്കുന്നു, അവരുടെ ചർച്ചുകൾ ബന്ധാക്കുന്നു. അപ്പം നമ്മളെല്ലാവരുടെയും ഒരു ചുമതലയാണ് അവർക്ക് വേണ്ടി മധ്യസ്ഥത അണിക്കുക എന്ന് പറയുന്നത്. ഈ പ്രയാസത്തിൽ ഒരു ദിവസം പോലും ജയിലിൽ കിടക്കുന്നത് ഒരു കുഞ്ഞു കാര്യമല്ല. പക്ഷേ ദൈവം എന്നെ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചു, ഞാനത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവെ, പൗലോസിനെ ശീലാസിനെ ജയിലിലാക്കിയപ്പം ദൈവമഹത്വം അവിടെ കാണിച്ച പോലെ ദൈവദാസന്മാരുടെ ജീവിതത്തിൽ ദൈവം അതീവ ശക്തി ഇറക്കിയിട്ട് ആ ജയിലിൽ കിടക്കുന്ന ആ
ആ ജയിൽ പുള്ളികളെയും ആ ജയിലർമാരെയും ദൈവം മാനസാന്തരത്തിലോട്ട് നയിക്കണം. അതിനുള്ള ആ ധൈര്യം ദൈവദാസന്മാർക്ക് കൊടുക്കണം. ദൈവം ഉപയോഗിക്കും, ദൈവം മാനിക്കും. പക്ഷേ ദൈവവചനത്തിൽ എഴുതിയ പ്രകാരം ഈ പ്രയാസത്തിലൂടെ നമ്മൾ കടക്കും. പക്ഷേ ഈ നൊടി നേരത്തിലുള്ള കഷ്ടത ഒരു അത്യന്ത മഹിമയ്ക്കായി കാരണമായി തീരുന്നുള്ള ഒരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അപ്പം ഈ പ്രയാസത്തിന് വേണ്ടി നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം എന്നുള്ള ഒരു അപേക്ഷ എനിക്കുണ്ട്. ഛത്തീസ്ഗഡിൽ ദൈവത്തിൻ്റെ വേല വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അനേക സ്ഥലത്തിൽ പോയിട്ട് ദൈവത്തിൻ്റെ സത്യവചനത്തിന് വേണ്ടി നിൽക്കാൻ ഞാനും എൻ്റെ കുടുംബമുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഇവിടുത്തെ UCC എന്ന് പറയുന്ന ഒരു സംസ്ഥ പോലെ അതൊരു ഉണ്ടാക്കിയിരിക്കുക, യുണൈറ്റഡ് ക്രിസ്ത്യൻ കൗൺസിൽ പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കിയിരിക്കുക. അതിൽ പിന്നെ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പല അടുത്ത് പ്രയാസങ്ങൾ പെർസിക്യൂഷൻ നടക്കുന്നിടത്ത് ഉടനെ സ്പോട്ടിൽ പുള്ളി എത്തും. ഇതുകൂടാതെ എനിക്ക് വല്ലതും സംഭവിക്കും എന്ന് ചിന്തിക്കാതെ എൻ്റെ ഒരു സഹോദരൻ ആ കഷ്ടതയിൽ കിടക്കുന്ന എന്ന് വിചാരിച്ചിട്ട് ഓടി അവിടെ എത്തുന്നു, അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഇത് ദൈവത്തിൻ്റെ സ്നേഹം തന്നെയാണ് ഞങ്ങളെ ഇതൊക്കെ പഠിപ്പിച്ചത്. ഞങ്ങൾ ഇന്നും ഒരു ഹിന്ദു ആയിട്ട് നടക്കുമായിരുന്നെങ്കിൽ ഈ കഷ്ടത ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിവ് വന്നില്ലായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളിങ്ങനെ പഠിപ്പിക്കുന്നു, അങ്ങനെ ഞങ്ങളെ അയക്കുന്നു. അപ്പം പുള്ളി ഇവിടെ ഇല്ലാത്ത സമയത്ത് പലരെയും കൗൺസിലിംഗ് ചെയ്യാനും ചർച്ചിൽ വിവിധ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം സഹായിക്കുന്നു. അതിന് ദൈവത്തിന് നന്ദി. പിന്നെ എല്ലാ കാര്യത്തിനും ദൈവം ഓരോ നിമിഷം കരം പിടിച്ച് നടത്തുന്നു. വിളിച്ച ദൈവം വിശ്വസ്തൻ, വാക്ക് പറഞ്ഞാൽ മാറാത്ത ദൈവം ഇന്നും എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള പൂർണ്ണമായ ബോധ്യത്തോടെ പിന്നെ ഞങ്ങൾ നടക്കുന്നു. ദൈവം ഇതുവരെ സഹായിച്ച എല്ലാ ചെയ്ത നല്ല ഉപകാരങ്ങൾക്കായി എത്ര വർണ്ണിച്ചാലും മതിയാവാത്ത, വാക്ക് പറഞ്ഞാൽ വാക്കുകളിലൂടെ നമുക്ക് പറയാൻ പറ്റാത്ത ഉപകാരങ്ങളുണ്ട്. ഇതിപ്പം എൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം. പക്ഷേ എല്ലാ ദിവസവും ഓരോ സാക്ഷ്യത്തിലൂടെ ദൈവം നടത്തുന്ന ആ വിധങ്ങൾ പറയാൻ സമയം പോരാ. അത്രയ്ക്ക് ദൈവം ഓരോ നിമിഷം ഞങ്ങളെ നടത്തുന്നു. പിന്നെ കുഞ്ഞുങ്ങളും പിന്നെ സ്കൂളുകളിൽ പഠിക്കുമ്പോൾ അവിടെയും പല പ്രയാസങ്ങളുണ്ട്. അവരെയും പല രീതിയിൽ വിമർശിക്കാറുണ്ട്. നിങ്ങൾ ക്രിസ്ത്യാനികളാ, നിങ്ങൾ അങ്ങനെയാ ഇങ്ങനെയാ. മക്കളെയും ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ, എൻ്റെ കുഞ്ഞ് ചെറിയത് ഇപ്പം 2ാം ക്ലാസ്സിലായതേ ഉള്ളൂ. പക്ഷെ അവനെ പറ്റുന്ന രീതിയിൽ അവന് 2 വാക്ക് സുവിശേഷം പറഞ്ഞിട്ടേ വരത്തുള്ളൂ. യേശു അപ്പച്ചൻ ജീവിക്കുന്ന ദൈവമാണ്, നിങ്ങൾ വിശ്വസിക്കണേ. അവൻ്റെ ആ കുഞ്ഞു വാക്കിലൂടെ അവൻ പറഞ്ഞു കൊടുക്കും. മൂത്ത കൊച്ചും അതേപോലെ ഈ ദൈവം അല്ലാത്തൊരു ദൈവം ഇല്ല എന്നുള്ള പറഞ്ഞ ആ രീതിയിൽ ദൈവം 2 പേരെ വളർത്തുന്നു. പല എതിർപ്പുകൾ അവർക്കും ഉണ്ട്. പല രീതിയിൽ അവരെ താഴ്ത്താൻ നോക്കും, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ നോക്കും. പക്ഷേ അതിൻ്റെ മധ്യത്തിൽ അവർക്കൊരു ജോയ് ഉണ്ട്. ഞങ്ങൾക്ക് ജീവിക്കുന്ന ഒരു ദൈവമുണ്ട്, ഈ ദൈവം തന്നെ ജീവിക്കുന്ന ദൈവമെന്ന് അവരുടെ ഹൃദയത്തിൽ ഒരു ഉറപ്പുണ്ട്. അതിനായി ഞാൻ ദൈവത്തിനെ സ്തുതിക്കുന്നു. എല്ലാ രീതിയിൽ പിന്നെയും ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. പിന്നെ അരോമ TV ചാനലിൽ ദൈവദാസൻ ഡയറക്ടറായിരിക്കുന്ന പാസ്റ്ററിന് എസ്പെഷ്യലി എനിക്ക് വളരെ നന്ദിയുണ്ട്. ഇങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോം തുടങ്ങിയതുകൊണ്ട് എൻ്റെ കാര്യം ചിന്തിച്ചാൽ എനിക്ക് ഹിന്ദി മേജർ വാക്ക് എൻ്റെ ഹിന്ദിയിലാണ് ഞാൻ പ്രസംഗിക്കുന്നത് അല്ലെങ്കിൽ സംസാരിക്കുന്നത്. പക്ഷേ പാസ്റ്റർ എനിക്ക് പ്രോത്സാഹനം തന്നു. അല്ല സിസ്റ്റർ, നമുക്ക് മലയാളത്തിൽ പറയണം. അപ്പം പാസ്റ്റർ ഈ ഡാനിയൽ ചെയ്യുന്ന ഈ വലിയ ഒരു മിനിസ്ട്രിക്കായി നന്ദി. ഞങ്ങളെത്താത്തടത്ത് ഈ സാക്ഷ്യം ഈ ചാനലിലൂടെ എത്തും. അതിന് ദൈവത്തിന് വളരെ നന്ദി. പാസ്റ്ററിന് ദൈവം ഇനി അനേകരുടെ ഇങ്ങനെ പല സാക്ഷ്യം പറയിപ്പിക്കുവാൻ ഈ ചാനലിൽ ഉപയോഗിക്കട്ടെ, പാസ്റ്ററിനെ ഉപയോഗിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയുള്ളൂ. സ്തോത്രം, നന്ദി. വളരെ അനുഗ്രഹിക്കപ്പെട്ടതായ ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികൾ, ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയുവാൻ പ്രിയ നിഷ സിസ്റ്ററിനെ കർത്താവ് ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിഷ സിസ്റ്ററിൻ്റെ മാതാവ് ഛത്തീസ്ഗഡിൽ ജനിച്ചു, നിഷ സിസ്റ്ററും അവിടെ ജനിച്ചു. അതുകൊണ്ട് തന്നെ അല്പം പോലും മലയാളം പറയുവാൻ സാധ്യതയില്ല. പക്ഷേ ഇത്രയും സമയം ഈ സാക്ഷ്യം മലയാളത്തിൽ യാതൊരു തടസ്സവും കൂടാതെ വളരെ ഭംഗിയായിട്ട് നല്ല സ്ഫുടമായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ ആ ഒരു സ്ലാങ്ങിൽ തന്നെ നന്നായിട്ട് പറയുവാൻ ഇടയായി തീർന്നു. അത് ദൈവം തരുന്ന ഒരു ഗിഫ്റ്റാണ്, ദൈവത്തിൻ്റെ ഒരു ദാനമാണ്. അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് പറയുവാൻ കഴിയുമായിരുന്നില്ല. അത് തന്നെ വലിയൊരു സാക്ഷ്യമാണ്. അത് എടുത്തു പറയേണ്ടുന്ന വിഷയമാണ്. പലപ്പോഴും ഞങ്ങളുടെയൊക്കെ കുഞ്ഞുങ്ങൾ അവർ ഇവിടെ ജനിച്ചു വളർത്തപ്പെട്ടവരാണ് എങ്കിൽ പോലും, ഞങ്ങളൊക്കെ കേരളത്തിൽ ജനിച്ചു വളർന്നതാണ്. എന്നാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ പോലും ഇത്രത്തോളം നല്ല ഫ്ലുവൻ്റായിട്ട്
മലയാളം പറയുവാൻ പലപ്പോഴും അവർക്ക് കഴിയാറില്ല. എന്നാൽ വളരെ നന്നായിട്ട് പ്രിയ സിസ്റ്റർ മലയാളം പറഞ്ഞ് ആ ജീവിതാനുഭവം സാക്ഷ്യം പറയുവാൻ കർത്താവ് കൃപ ചെയ്തത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് മാതാവിൻ്റെ ആ ജീവിതത്തിൽ ഉണ്ടായ ആ പ്രതിസന്ധി, അത് ഒരു പക്ഷെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം വന്നില്ലായിരുന്നു എങ്കിൽ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാൻ ഒരു പക്ഷേ കഴിയുമായിരുന്നില്ല എന്നുകൂടി ഒരു സത്യം, മറുവശം, അതിൻ്റെ ഒരു മറുവശം ഉണ്ട്. സ്തോത്രം. ആ മാതാവ് ആ നിലയിൽ ഒരു രോഗത്തിന് അടിമയാവുകയും ഒരു പെൺകുട്ടി വന്ന് ട്രാക്റ്റ് കൊടുത്തത് രാത്രിയുടെ യാമങ്ങളിൽ രഹസ്യമായിട്ടിരുന്ന് വായിക്കുകയും ആ വചനത്തിലൂടെ, ആ ട്രാക്റ്റിലൂടെ ആ അന്ന് രാത്രി ആ മുറിക്കകത്ത് വെളിപ്പെട്ട ദൈവ സാന്നിധ്യം, ആ വലിയ പ്രകാശം, കർത്താവായ യേശു ക്രിസ്തു ആ മുറിയിൽ ഇറങ്ങി വന്ന് പ്രിയ മാതാവിനോട് ഒപ്പം സംസാരിച്ച ആ വാക്കുകൾ തികച്ചും അത് അസാധാരണമായൊരു കാര്യമാണ്. ആ ഒരു അനുഭവം ഉണ്ടായില്ലായിരുന്നു എങ്കിൽ ഇങ്ങനൊരു സാക്ഷ്യം ഉണ്ടാകുമായിരുന്നില്ല. സ്തോത്രം. അപ്പോൾ തീർച്ചയായിട്ടും അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രതികൂലമായിട്ട് വരുന്നത് നമ്മളെ തകർത്ത് കളയാനല്ല, തളർത്തിക്കളയാനല്ല, പകരം കർത്താവിനോട് അടുപ്പിക്കുവാൻ വേണ്ടി, കർത്താവിങ്കലേക്ക് നമ്മളെ കൊണ്ടുവരുവാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില അനുഭവങ്ങളാണ്, സാഹചര്യങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ദൈവം കൈവിട്ടു, മനുഷ്യൻ കൈവിട്ടു, വൈദ്യശാസ്ത്രം കൈവിട്ടു, ആരും സഹായിക്കാനില്ല. രക്തസ്രാവക്കാരിയായ സ്ത്രീ 12 സംവത്സരം അവള് ഉണ്ടായിരുന്നതൊക്കെ ചിലവഴിച്ചു. സകല ഡോക്ടർമാരെയും വൈദ്യന്മാരെയും കണ്ടു, എല്ലാ മരുന്നുകളും അവള് ഉപയോഗിച്ചിട്ടും അവളുടെ രോഗത്തിനൊരു ശമനവും വന്നില്ല. എന്നാൽ യേശു കർത്താവിൻ്റെ വസ്ത്രം അവൾ തൊട്ട് കഴിഞ്ഞപ്പോൾ യേശു അവളോട് ചോദിക്കുന്നു, എന്നെ തൊട്ടത് ആര്? എന്നെ തൊട്ടത് ആര്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, കർത്താവിനെ ആരെങ്കിലും തൊട്ടാൽ, കർത്താവ് ആരെങ്കിലും തൊട്ടാൽ അവർ പരസ്പരം അറിയുവാൻ ഇടയായിത്തീരും. ആ ഒരു അറിവ് നമ്മുടെ ജീവിതത്തിൽ നമ്മെ കർത്താവിനോട് അടുപ്പിക്കുവാൻ ഇടയായിത്തീരും. ഇവിടെ കർത്താവിനെ തൊട്ടത് ആരെ എന്ന് യേശു തിരിച്ച് ചോദിച്ചപ്പോൾ ശിഷ്യന്മാരെ പറയുന്നൊരു വാക്കുണ്ട്, ഇത്രയും ജനം തിക്കിത്തിരക്കുന്നു, നിന്നെ തൊട്ടത് ആരെന്ന് ചോദിക്കുന്നത് വെറും ഒരു ഭോഷത്തരമല്ലേ എന്നുള്ള രീതിയിലാണ് ശിഷ്യന്മാരവിടെ ചോദിക്കുന്നത്. കർത്താവിനല്ല, എന്നെ ആരോ തൊട്ടു, എന്നെ ആരോ തൊട്ടു. ആവശ്യബോധത്തോടെ, വലിയ വിശ്വാസത്തോടെ, വലിയ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ അടുക്കൽ വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം. പ്രിയ സിസ്റ്ററിൻ്റെ മാതാവ് ആ തിരുവെഴുത്തുകൾ, ആ ട്രാക്റ്റ് വായിക്കുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ആത്മാർത്ഥമായി ആ രാത്രിയിൽ ആ ട്രാക്റ്റ് വായിക്കുമ്പോൾ യേശുവിനെ തൊടുകയായിരുന്നു, യേശുവിനെ തൊടുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് യേശു ആ മുറിയിൽ പ്രകാശപൂരിതമായി ആ അലമാരയുടെ മുൻപിൽ വെളിപ്പെട്ട് ആ അമ്മയോട് സംസാരിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അവിടെ അത്ഭുതം നടക്കുക, അവിടെ വെച്ച് അത്ഭുതം നടക്കുക. ആ അത്ഭുതത്തിൻ്റെ ബാക്കി പത്രമാണ് നിഷ സിസ്റ്ററും പ്രിയപ്പെട്ടവരുമൊക്കെ. സ്തോത്രം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്ന ആ ഒരു വിടുതൽ ഒരു കുടുംബത്തെ, ഒരു ചരിത്രത്തെ, ഒരു ദേശത്തെ തന്നെ രൂപാന്തരത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം ആമേൻ ഇടയായിത്തീരും. ശമരിയക്കാരി സ്ത്രീയുടെ ജീവിതത്തിൽ ഉണ്ടായ വിടുതൽ അവളുടെ ഗ്രാമത്തിന് മുഴുവനും അതൊരു വിടുതലായിട്ട് പരിണമിക്കുവാൻ ഇടയായിത്തീർന്നു. നിശ്ചയമായിട്ടും ഏതൊരു വ്യക്തിയുടെയും ജീവിതത്തിൽ യേശു കർത്താവ് വന്നാൽ, കർത്താവിനെ അറിഞ്ഞാൽ, കർത്താവ് അവരെ അറിഞ്ഞാൽ, ആ വ്യക്തിയുടെയും
ആ കുടുംബത്തിൻ്റെയും ആ ദേശത്തിൻ്റെയും വലിയൊരു മാറ്റത്തിന് കാരണമായി ഭവിക്കും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. ഇന്ന് നിഷാസിൻ്റെ ഈ അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം തന്നെ ഈ നിലയിൽ പറയുവാൻ മുഖാന്തരമായി തീർന്നത് അന്ന് രാത്രിയിൽ കർത്താവ് ആ മുറിയിൽ വെളിപ്പെട്ടതുകൊണ്ടാണ്. സ്തോത്രം. പ്രിയ നിഷാസിനെയും കർത്താവിൻ്റെ ദാസനെയും കുഞ്ഞുങ്ങളെയും മാതാവിനെയും പ്രിയപ്പെട്ടവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ, ചർച്ച് മിനിസ്ട്രി, വില്ലേജ് മിനിസ്ട്രിയെ ദൈവം വിശാലമാക്കട്ടെ. ഏറെ പ്രതികൂലങ്ങളുടെ നടുവിലാണ് കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ഏറെ പ്രതികൂലങ്ങളുടെ നടുവിലും. സ്തോത്രം. പക്ഷേ കർത്താവ് ഉള്ളിൽ തന്നതായ ആ സ്നേഹം, ആ തന്നിരിക്കുന്ന കൃപ മേൽക്കുമേൽ വർദ്ധിച്ചു വരുവാൻ ഏത് തടസ്സങ്ങളും അതിജീവിച്ച് മുന്നോട്ട് യാത്രയും കർത്താവ് പിന്നെ ഈ അവസരങ്ങൾ ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഒരു നിമിഷം ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന മാന്യ ശ്രോതാക്കളെ, ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്നിടത്ത് ഈ കുടുംബത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവരായിരിക്കുന്ന പശ്ചാത്തലത്തിലുണ്ടായിട്ടുള്ള നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും കർത്താവിനെ വിടുവിച്ച് ശക്തമായി കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയും ദൈവം അവരെ ഉപയോഗിക്കേണ്ടതിന്, ദൈവപ്രവർത്തികളുടെ ജീവിതത്തിൽ വെളിപ്പെടേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. നമ്മെ തിരഞ്ഞെടുത്തതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. ഓരോ വ്യക്തികളെയും കർത്താവ് തിരഞ്ഞെടുക്കുന്നതിൻ്റെ പിന്നിൽ ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. സ്തോത്രം. പ്രിയ കുടുംബത്തെ ദൈവം തിരഞ്ഞെടുത്തല്ലോ. ഈ കുടുംബത്തെ നമ്മൾ ആയിരിക്കുന്നിടത്ത് നാം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഒരുപക്ഷെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന കഷ്ടതകൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം. പക്ഷെ നാം മറ്റൊരാളിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നമുക്ക് വലിയൊരു അനുഗ്രഹത്തിന് കാരണമായി തീരും. അതുകൊണ്ട് ഈ കുടുംബത്തെ ഓർത്ത് നാം എല്ലാവരും സ്തോത്രം ചെയ്ത് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി പ്രിയ അനിഷ സിസ്റ്റർ അരോമാറ്റിയുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒരു നിമിഷം ചുരുക്കം വാചകങ്ങൾ നമ്മെ പ്രാർത്ഥനയിൽ സഹായിക്കും. പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. നന്ദിയപ്പ. സ്തോത്രം, 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 സ്തോത്രം. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടി ദൈവ സാന്നിധ്യത്തിൽ വരുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ഈ നല്ല ദൈവത്തെ ഞങ്ങൾക്ക് സൗഭാഗ്യം തന്ന് രുചിച്ചറിയുവാൻ തന്ന നല്ല അവസരത്തിനായി, നല്ല സൗഭാഗ്യത്തിനായി കർത്താവെ ഹൃദയാംഗമായി അങ്ങേ കർത്താവെ നന്ദി അർപ്പിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. ലോകത്തിൽ കിടന്ന, ആരും അറിയാതെ കിടന്ന ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് ഇറങ്ങി സ്വർഗസ്ഥ മഹിമ വിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി ഞങ്ങളെ രക്ഷിച്ച അവിടുത്തെ മഹാദയ, മഹാകരുണയ്ക്കായി എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല അപ്പ. അങ്ങേ നന്ദി പറയുന്നു, സമർപ്പിക്കുന്നു അങ്ങയുടെ മുമ്പാകെ കർത്താവെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആകാശവും ഭൂമിയും ഹല്ലേലൂയ അതിലുള്ള സകലത കാര്യങ്ങൾ മാറിപ്പോയാലും അവിടുത്തെ സ്നേഹം ഞങ്ങളിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകുന്നില്ല. അത് ഞങ്ങളുടെ ജീവിതത്തിൽ തുടർന്ന് കർത്താവെ വളർന്നുകൊണ്ടിരിക്കുക. അതിനായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഈ നിമിഷം കർത്താവെ വിശേഷമായി ഞാൻ ഹല്ലേലൂയ നന്ദി പറയുന്നു. കർത്താവെ അരോമ TV ചാനലിലൂടെ അവിടുത്തെ ഭക്തൻ പാസ്റ്റർ ദാനിയലിലൂടെ കർത്താവെ ഈ നല്ല ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് കർത്താവെ നൽകിയ ആ കൃപയ്ക്കായി സ്തോത്രം. ഞങ്ങൾ ഹല്ലേലൂയ ദേഹമായി എത്താത്തടുത്ത് ഞങ്ങളുടെ ഈ വാക്കുകൾ ത്രൂ ഈ ചാനലിലൂടെ എല്ലായിടത്തും എത്തിപ്പിക്കാൻ ദൈവം തന്ന ഈ നല്ല അവസരത്തിനായി എത്ര നന്ദി പറഞ്ഞാലും മതിയാവത്തില്ല കർത്താവെ. ഇന്ന് പറഞ്ഞിരിക്കുന്ന ഈ സാക്ഷ്യം ഹല്ലേലൂയ, ഞങ്ങൾ ഹല്ലേലൂയ ഒരു വചനത്തിൽ വായിക്കുന്ന പോലെ ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ഹൃദയത്തിൽ തോന്നാത്ത ഹല്ലേലൂയ കാര്യങ്ങൾ പോലെ കർത്താവെ ഹല്ലേലൂയ അവിടുത്തെ സന്നിധിയിൽ കർത്താവ് ഈ സാക്ഷ്യത്തെ സമർപ്പിക്കുന്നു. എത്ര പേരിത് കേൾക്കുന്നു കർത്താവെ, അവരുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഹല്ലേലൂയ സാഹചര്യം ഇല്ലാത്ത സ്ഥലത്തും ഈ സാക്ഷ്യം എത്തുവാനും, ഈ സാക്ഷികൾ അല്ലെ ആരെല്ലാം സാക്ഷി പറഞ്ഞിരിക്കുന്നു, സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, അവിടെ എല്ലാവരും എല്ലായിടത്ത് ഈ സാക്ഷികൾ എത്തുവാനും അവരെല്ലാവരുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഹല്ലേലൂയ വൻ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കപ്പെടുവാനും ദൈവമേ ഞാൻ അങ്ങയോട് ദയയായി അപേക്ഷിക്കുന്നു. വിശേഷാൽ കർത്താവിനെ അറിയാത്തവർ പോലും ഈ സാക്ഷി മൂലം കർത്താവെ ഹല്ലേലൂയ ദൈവത്തെ അറിയുവാനും ഹല്ലേലൂയ ഞങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങി വന്ന് സ്വർഗത്തിൻ്റെ സകല മഹിമകൾ ത്യജിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന ഈ ദൈവം ഹല്ലേലൂയ ഈ കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും അവരുടെ വ്യക്തിപരമായ കുടുംബമായ ജീവിതത്തിൽ ഇറങ്ങി വന്ന് അവർക്ക് ദർശനം കൊടുത്ത് അവിടുത്തെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി അവരെ കർത്താവെ മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു, അവരെ ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. വിശേഷാൽ ഈ നിമിഷത്തിൽ ദുഃഖത്തിലും പ്രയാസത്തിലും പല രീതിയിൽ വേദനകളിൽ കിടക്കുന്ന കുടുംബങ്ങൾ ശ്രോതാക്കൾ കാണും കർത്താവെ. ഹല്ലേലൂയ അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വന്ന ആ ജീവനുള്ള യേശു അവരുടെ ജീവിതത്തിലും ഇറങ്ങി വന്ന് ഒരു വൻ അത്ഭുതം ഇന്നത്തെ ദിവസം കർത്താവ് പ്രവർത്തിക്കുവാൻ ദൈവത്തിനോട് കർത്താവെ അപേക്ഷിക്കുന്നു.
കർത്താവെ ഹല്ലേലൂയ ദൈവം ഇറങ്ങി വരുമാറാകണമേ. പിന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അങ്ങ് വെച്ചിരിക്കുന്ന ആ ദൗത്യം ഹല്ലേലൂയ നിങ്ങൾ സകല ജനങ്ങളോട് പോയിട്ട് എൻ്റെ സത്യസുവിശേഷം പറയണം. അവരെ ഹല്ലേലൂയ എൻ്റെ ത്യാഗം അവരെ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് ഹല്ലേലൂയ ദൈവം പറഞ്ഞിരിക്കുന്ന ആ വാക്കുകളെ കർത്താവെ മറ്റുള്ളവരുടെ മധ്യത്തിൽ എത്തിപ്പിക്കുവാൻ കർത്താവ് ഞങ്ങളെ എല്ലാവരെയും ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജീവിതം, ഈ തന്നിരിക്കുന്ന ഒരു ജീവിതം അങ്ങേക്ക് വേണ്ടിയാണ് കർത്താവ്. അവിടുത്തെ വിലയേറിയ രക്തം ചൊരിഞ്ഞ് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക കർത്താവെ ഹല്ലേലൂയ. ആ വാങ്ങിക്കുന്ന ആ വിലയുടെ ഹല്ലേലൂയ മഹത്വം മനസ്സിലാക്കിയിട്ട് എല്ലാ ദിവസവും ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ എല്ലാ ശ്രോതാക്കളും ഉപയോഗപ്പെടുവാൻ ദൈവത്തിനോട് കർത്താവ് വളരെ വിനയമായി ഞാൻ അപേക്ഷിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം അരോമ TV-നെയും അതിൻ്റെ എല്ലാ പ്രബന്ധകന്മാരെയും അല്ലെങ്കിൽ ദൈവദാസൻ പാസ്റ്റർ ഡാനിയലിനെയും നമ്മുടെ കുടുംബത്തെയും എല്ലാ പ്രേക്ഷകരെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരും അല്ലെങ്കിൽ വേറെ വേറെ സ്ഥലത്ത് ആണെങ്കിലും ഞങ്ങൾ യേശു ക്രിസ്തുവിൽ ഒരു കുടുംബമാണ്. ഞങ്ങളുടെ ഈ കുടുംബത്തെ ദൈവം മാനിച്ച് അനുഗ്രഹിച്ച് അവിടുത്തെ നാമമഹത്വത്തിന് വേണ്ടി ഓരോ നിമിഷം ജീവിപ്പാൻ, അങ്ങേ പ്രസാദിപ്പിച്ച് അങ്ങയുടെ ഇഷ്ടം പൂർത്തീകരിക്കുവാൻ ദൈവമേ ഈ ഭൂമിയിൽ സഹായിക്കണമേ കർത്താവെ. അങ്ങയുടെ കർത്താവെ നാമത്തിന് ഒരു പ്രാവശ്യം കൂടി കർത്താവെ നന്ദി അർപ്പിക്കുന്നു, സമർപ്പിക്കുന്നു മൊത്തമായി കർത്താവെ. ദൈവം പ്രാർത്ഥന കേട്ടിരിക്കാനുള്ള സ്തോത്രം. ഇനി അനേകരുടെ സാക്ഷ്യം ഈ ചാനലിലൂടെ കർത്താവെ പുറത്തു വീഴുവാൻ ഹല്ലേലൂയ അത് ദൈവനാമത്തിൻ്റെ മഹത്വത്തിൻ്റെ കാരണമായി തീരുവാൻ ദൈവമേ അങ്ങ് സഹായിക്കണമേ. ദൈവം പ്രാർത്ഥന കേട്ടിരിക്കാനുള്ള സ്തോത്രം. യേശു ക്രിസ്തുവിടെ അതിപരിശുദ്ധമായ നാമത്തിൽ തന്നെ ഈ പ്രാർത്ഥന ഞാൻ ആഗ്രഹിക്കുന്നു. കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. 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 താങ്ക് യു പ്രിയ നിഷ സിസ്റ്റർ. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ അരോമ TVയുടെ പ്രേക്ഷകരോടൊപ്പം സമയം വേർതിരിച്ചതിന് പ്രിയ സിസ്റ്ററിനോടും കുടുംബത്തുള്ളതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യം ആരോഗ്യം ദീർഘായുസ്സും തട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന അരോമ TVയുടെ ഓരോ ശ്രോതാക്കളുള്ളതായ നന്ദി സ്നേഹത്തിൽ അറിയിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ സാക്ഷ്യം ഒരു അനുഗ്രഹമായി തീർന്നുവെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. മാത്രമല്ല നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ട്, ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലും ഞങ്ങളുടെ aroma.tv.co.in വെബ്സൈറ്റിലും നിങ്ങൾക്ക് സന്ദർശിച്ച് രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവമായി വീണ്ടും കാണുവരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.